എടാ എന്നാ ലിങ്ക് ഇട്ടോ? റെക്കോർഡ് തുടങ്ങി. റെക്കോർഡ് ചെയ്ത് തുടങ്ങി. എന്തായാലും അതേപോലെ ഒരു വോയിസ് ഇട്ടോളൂട്ടാ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ സെറ്റ്. തുടങ്ങണില്ലേ? തുടങ്ങുന്നു. മറ്റവർക്ക് കയറണം പറഞ്ഞില്ല, അപ്പൊ മറ്റേ ഗ്രൂപ്പിൽ ഇടണം എന്ന് പറഞ്ഞ. അല്ല, അവരങ്ങനെ കേറിക്കോട്ടെ, ലാഗ് ചെയ്യിപ്പിക്കണ്ട. ഹരി നീ സ്റ്റാർട്ട് ചെയ്തോ. കേറിക്കോട്ടെ, നമുക്ക് തുടങ്ങാം. ഹരി സ്റ്റാർട്ട് ചെയ്തോ. കാണാല്ലേ? ഓക്കെ. പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങളെ, മനസ്സ് നന്നാവട്ടെ. ആദ്യമായി നമുക്ക് NSS ഗീതം കേൾക്കാം. എന്താ? ഓക്കെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ മുസൽമാന്മാരുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാവട്ടെ. അപ്പോ താങ്ക് യു നന്ദ. അപ്പോ ഇന്ന് നമുക്കറിയാം ഡിസംബർ 18 മൈനോറിറ്റി റൈറ്റ്സ് ഡേ ഇന്ത്യയിൽ, പിന്നെ ഇന്റർനാഷണൽ മൈഗ്രൻസ് ഡേ. ഇന്ന് ഞങ്ങൾ സി ഗ്രൂപ്പുകാർ ഒരു ഫണ്ണി ക്വിസ് കോമ്പറ്റീഷൻ, പേര് ധൃതംഗപ്പുളകിതം, പേരൊക്കെ അവന് മനസ്സിലായില്ലേ? അങ്ങനെ അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനിയപ്പോ ഫ്രാങ്കാ പറയാൻ 2 ദിവസത്തെ
വെബിനാറും ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ലേശം എൻ്റർടൈൻമെൻറ്റും പിന്നെ കുറച്ച് അറിവും ഒക്കെയായി അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു പരിപാടിയുടെ ഐഡിയ ഒക്കെ വന്നത്. അപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെയൊക്കെ പരിപാടി നടത്തുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പരമാവധി പറ്റുന്ന പോലെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോ ഇടയ്ക്കല്ലേ അപ്പൊ ഗെയിമാണല്ലോ. ഇപ്പോൾ 5 റൗണ്ടുള്ള ഗെയിമാണ്. പിന്നെ ഗെയിമിനെ കുറിച്ച് കുറെയൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഗെയിമിനെ കുറിച്ച് പിന്നെയും ഒന്നും കൂടിയും പറയാനായിട്ട് നമുക്ക് ദൃശ്യ എന്ന് വിളിക്കാം. ദൃശ്യ. അടാ, താങ്ക് യു. അപ്പം ഗ്രൂപ്പിന്റെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ നമ്മുടെ കോമ്പറ്റീഷനെ കുറിച്ച് പറയാം. 5 റൗണ്ടായിട്ടാണ് നമ്മൾ മത്സരം നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇടന്റെ കൊമ്പനെ തടഞ്ഞു നോക്കണം. സെക്കൻഡ് റൗണ്ട് നോട്ട് മീ ബട്ട് യു. തേർഡ് ബ്ലാ ബ്ലാ ബ്ലാ. ഫോർത്ത് റൗണ്ട് കണ്ടറിയാത്തവർ കൊണ്ടറിയാം. 5 അല്പം കാര്യം. അപ്പൊ നമ്മൾ ഇങ്ങനെ 5 റൗണ്ടായിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ എല്ലാരും എന്റർടൈൻമെന്റ് ആവും, എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും നല്ല രീതിക്ക് എന്ന് വിചാരിക്കാം. ആരും പേടിച്ചിരിക്കൊന്നും വേണ്ട കേട്ടോ. എല്ലാവർക്കും പറയാൻ കഴിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പൊ എന്നാ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കല്ലേ. അപ്പം ഫസ്റ്റ് റൗണ്ടായ ഇടന്റെ കൊമ്പനെ തടഞ്ഞു നോക്കണം എന്ന റൗണ്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നേഹനെ ക്ഷണിക്കുന്നു. ഹലോ. പറയടാ, കേൾക്കുന്നുണ്ട്. മനസ്സിലാവട്ടെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് സിയുടെ പ്രോഗ്രാം ആണ് നടത്താൻ പോകുന്നത്. ഒരു ഫണ്ണി കോമ്പറ്റീഷൻ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 ദിവസം വെബിനാർ ആയ കാരണം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു കാര്യം ചെയ്യാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ദൃശ്യ പറഞ്ഞ പോലെ 11 ടീമാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ ഓരോ ടീമിനും ഓരോ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ചോദിക്കുന്ന ടീം മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. സ്കോർ അവിടെ രേഖപ്പെടുത്തുന്നതായിരിക്കും. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞാൽ എലിമിനേഷൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കേട്ടിരിക്കുക കേട്ടോ. ഇതിനെന്താ പറയാ, ഒരു റിലാക്സ് ആയിട്ടുള്ള ഒരു റൗണ്ടാണ്. അങ്ങനെ എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൗണ്ടാണ്. കുസൃതി ചോദ്യങ്ങളാണ് ഇതിൽ ചോദിക്കുക. അപ്പൊ നമ്മുടെ ഈ റൗണ്ടിന്റെ പേര് ഇടഞ്ഞ കൊമ്പനെ തടഞ്ഞു നോക്കുക എന്നാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പോ ഒരു മിനിറ്റ് സ്നേഹ. അപ്പൊ നമ്മൾ ഫസ്റ്റ് A1 ഗ്രൂപ്പിനോടാവും ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ A2, A3 അങ്ങനെ. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഫസ്റ്റ് A1നോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ A1ലുള്ള 3 പേർക്കും മൈക്ക് ഓൺ ആക്കാവുന്നതാണ്. ആൻസർ അറിയുന്നവർക്ക് ഉത്തരം പറയാം. സ്നേഹ തുടങ്ങിക്കോ. ഓക്കെ. അപ്പോ A1നോടാണ് ചോദ്യം. കുസൃതി ചോദ്യമാണ്. അത് ആദ്യം പറയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളോടും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല. ഒരു വട്ടം കൂടി പറയാം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല. A1 ആർക്കെങ്കിലും ഉത്തരം അറിയോ? ഹലോ. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ആലോചിച്ചോട്ടെ. ടൈം ലിമിറ്റ് ഉണ്ട്. ഇത്ര സെക്കൻഡ് ആൻസർ പറയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോവും. ഒരു മിനിറ്റ്. ടൈം കഴിയാറായി, പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഈ ചോദ്യം ക്യാൻസൽ ആയി പോവും. കല്യാണത്തിന് ഉപയോഗിക്കണ മാലയാണോ? എന്ത്? കല്യാണത്തിന് ഉപയോഗിക്കണ പൂമാല. ഉത്തരം തെറ്റാണ്. അപ്പൊ നമുക്ക് അടുത്ത ടീമിനോട് ചോദിക്കാം. A2. ഉത്തരം അക്ഷരമാല എന്നാണ് കേട്ടോ. ഉത്തരം അക്ഷരമാല എന്നാണ്. ഇനി നമുക്ക് A2നോട് ചോദിക്കാം. ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ. ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ. ഓക്കെ, ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. നമുക്ക് A3നോട് ചോദിക്കാം. എല്ലാവർക്കും വിളമ്പി നൽകുകയും സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആര്? എല്ലാവർക്കും വിളമ്പി നൽകുകയും സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആര്? A3യോടാണ് ചോദ്യം. A3യോടാണ് ചോദ്യം. A3 ആരും മൈക്ക് ഓൺ ആക്കിയിട്ടില്ലല്ലോ.
ഹലോ ഹലോ കേട്ടു. ആലോചിക്കാം. ഓക്കെ. പെട്ടെന്ന് പറയാ, ടൈം ലിമിറ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ. എല്ലാവർക്കും വിളമ്പി നൽകുകയും സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആര്? സ്പൂൺ. ആര്? സ്പൂണാണോ? സ്പൂൺ എന്ന് പറയാം, പക്ഷെ നമ്മള് മറ്റേ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് വേറെ ഒരു തവി എന്ന് പറയുന്ന ഒരു പാത്രത്തിലാണല്ലോ. അപ്പൊ ഉത്തരം തവി നാട്ടോ. അപ്പോ ഇനി B1നോടാണ് ചോദ്യം. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. B1. സ്ക്രൂ ഡ്രൈവർ ആണോ? അതെ, കറക്റ്റ് ആൻസർ. അതെ, സ്ക്രൂ ഡ്രൈവർ ആണ്. ഇനി നമുക്ക് B2നോടാണ് ചോദ്യം. കലണ്ടറിൽ കാണപ്പെടുന്ന പഴം. കലണ്ടറിൽ കാണപ്പെടുന്ന പഴം. ഹലോ B2. വ്യാഴോ? വ്യാഴം എന്ന് പറഞ്ഞിട്ട് പഴമില്ല. അപ്പോ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഉത്തരം ഡേറ്റ്സ് എന്നാണ്. ഇനി B3യോടാണ് ചോദ്യം. ആണുങ്ങൾ വലത്തെ കൈയിലും പെണ്ണുങ്ങൾ ഇടത്തെ കൈയിലും വാച്ച് കെട്ടുന്നത് എന്തുകൊണ്ട്? ആണുങ്ങൾ വലത്തെ കൈയിലും പെണ്ണുങ്ങൾ ഇടത്തെ കൈയിലും വാച്ച് കെട്ടുന്നത് എന്തിന്? B3യിൽ ആരെങ്കിലും ഉത്തരം പറയാം ആലോചിച്ചിട്ട്. എന്തിന് ആണുങ്ങൾ വലത്തെ കൈയിലും പെണ്ണുങ്ങൾ ഇടത്തെ കൈയിലും വാച്ച് കെട്ടുന്നത് എന്തുകൊണ്ട്? അതെ, കറക്റ്റ് ആൻസർ ആണ്. ഇനി D1നോടാണ് ചോദ്യം. ഇടത്തെ കൈയിൽ പിടിക്കാം, വലത്തെ കൈയിൽ പിടിക്കാൻ കഴിയില്ല. ഇടത്തെ കൈയിൽ പിടിക്കാം, വലത്തെ കൈയിൽ പിടിക്കാൻ കഴിയില്ല. വലത്തെ കൈയാണോ? അല്ല, ഉത്തരം തെറ്റാണ്. വലത്തെ കൈമുട്ട്. പോയിന്റ് നോക്കി വെക്കുന്നുണ്ട്. ഇനി D2നോടാണ് ചോദ്യം. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? D2. D2യിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരം പറയാം. ടൈം കഴിയാറായി. ഉത്തരം തെറ്റാണ്. വഴി എന്നാണ് അർത്ഥം. അല്ല, ഉത്തരം വഴി എന്നാണ് ഉത്തരം കേട്ടോ. ഇനി അടുത്തത് D3യോടാണ്. നട്ടാൽ മുളയ്ക്കാത്ത പയർ. നട്ടാൽ മുളയ്ക്കാത്ത പയർ. D3യോടാണ് ചോദ്യം. അതെ. ഈ ഗ്രൂപ്പിലുള്ളവരെന്നല്ലേ ഉത്തരം പറയണേ? അതെ. ഓക്കെ. ഇനി നമ്മുടെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കുള്ള ചോദ്യമാണ്. S1. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നൃത്തരൂപം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നൃത്തരൂപം. ഹലോ, മനസ്സിലായില്ലേ ചോദ്യം? ആരെങ്കിലും പറയൂ, ടൈം കഴിയാറായി. ഒരു സംശയം ചോദിക്കട്ടെ. ഇത് സൂപ്പർ സീനിയേഴ്സിനോടുള്ള ക്വസ്റ്റ്യൻ ആണോ അതോ സീനിയേഴ്സിനോടുള്ള? സീനിയേഴ്സിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അതുല്യ ചേച്ചി, അനു ചേച്ചി, അതിനത്താത്ത ഇവർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ആലോചിക്കട്ടെ. പെട്ടെന്ന് ടൈം കഴിയാറായി. ചേച്ചിമാരെ ഒന്ന് പെട്ടെന്ന് പറയൂ. ക്വസ്റ്റ്യൻ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നൃത്തരൂപം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നൃത്തരൂപം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട നൃത്തരൂപം. അപ്പോ ടൈം കഴിഞ്ഞു. അപ്പോ പറയുണ്ടോ? കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്കിനി S2നോടുള്ള ചോദ്യമാണ്. നമ്മുടെ സൂപ്പർ സീനിയേഴ്സിനോടുള്ള ചോദ്യമാണ്. തല കുത്തി നിന്നാൽ
ആൻസർ ബ്രേക്ക് ഡാൻസ് എന്നാണ്. ആൻസർ ബ്രേക്ക് ഡാൻസ് എന്നാണ്. ഇത് നമുക്ക് S2നോടുള്ള ചോദ്യമാണ്. തല കുത്തി നിന്നാൽ വലുതാകുന്നത് ആര്? ആര്? അതെ, ശരി ഉത്തരാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ 11 ടീമിനോടും ചോദ്യം ചോദിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കാനായിട്ട് ഞാൻ ആദിത്യയെ ക്ഷണിക്കുന്നു. ആദിത്യ. അതിനു മുമ്പേ ആ പോയിന്റ് നിലവാരം ഒന്ന് പറയണേ. അല്ല, സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടാണ് എലിമിനേഷൻ. അപ്പൊ അതിൽ പറയും. ആദിത്യ. കഴിഞ്ഞ റൗണ്ട് ഫണ്ണി ആയ കാരണം അടുത്ത റൗണ്ട് അല്പം സീരിയസ് ആക്കാന്ന് കരുതി. സെക്കൻഡ് റൗണ്ടിന്റെ പേര് നോട്ട് മീ ബട്ട് യു എന്നാണ്. പേര് പോലെ തന്നെ NSS റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ റൗണ്ടിൽ ചോദിക്കുക. അപ്പൊ കഴിഞ്ഞ റൗണ്ടിൽ നിന്ന് വ്യത്യസ്തമായി ഈ റൗണ്ടിൽ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം 10 സെക്കൻഡിൽ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ റൗണ്ട് കഴിഞ്ഞ എലിമിനേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും കറക്റ്റ് ആൻസർ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ A1 ടീമിനോടാണ്. ചോദ്യം ഇതാണ്: വിച്ച് കമ്മീഷൻ റെക്കമെൻഡഡ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, അത് കാണുന്നുണ്ടോ? ഇപ്പൊ സെറ്റായി. ചോദ്യം കാണിക്കൂ. എനിക്ക് കാണുന്നില്ല കേട്ടോ. എനിക്കും കാണുന്നില്ല. ചോദ്യം കാണുന്നുണ്ടോ? ഒന്ന് മൈക്ക് ഓഫ് ആക്കൂ എല്ലാരും. ഇപ്പൊ കാണുന്നുണ്ടോ? ദൃശ്യ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണാനുണ്ട്. അതിപ്പോ ക്വസ്റ്റ്യൻ ഇപ്പൊ വെച്ച സെറ്റ് ആവും. ആദ്യത്തെ ചോദിച്ചു തുടങ്ങിക്കോട്ടെ. ഇപ്പൊ കാണുന്നുണ്ട്. ചോദ്യം ഇതാണ്: year military training and social service compulsory for all the students in 1959. 1959 എല്ലാ വിദ്യാർത്ഥികൾക്കും 1 വർഷത്തെ മിലിറ്ററി ട്രെയിനിങ് ആൻഡ് സോഷ്യൽ സർവീസ് നിർബന്ധമാക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മീഷനാണ്? ഓപ്ഷൻ എ ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ, ഓപ്ഷൻ ബി ഡോക്ടർ CD ദേശ്മുഖ് കമ്മീഷൻ, ഓപ്ഷൻ സി കോത്താരി കമ്മീഷൻ, ഓപ്ഷൻ ഡി സാഡ്ലർ കമ്മീഷൻ. A1 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ A1 അറിയുന്നവരെ ആൻസർ പറയാം. രാധാകൃഷ്ണൻ കമ്മീഷനാണോ? എന്താ ഒന്നുകൂടി? ദേശ്മുഖ് കമ്മീഷൻ. കറക്റ്റ് ആൻസർ ആണ്. അല്ല, ഒരു മിനിറ്റ്. ഫസ്റ്റ് പറഞ്ഞത് രാധാകൃഷ്ണ കമ്മീഷൻ എന്നാണ് ശ്രീരാഗ് പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മൾ എടുക്കുന്നത്. കാരണം രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുള്ള തെറ്റല്ലേ? അതാണ്. കാരണം ശ്രീരാഗ് ആദ്യം പറഞ്ഞ ആള് അതാണ് പറഞ്ഞത്. ഗ്രൂപ്പ് വൈസ് ചോദിക്കുമ്പോൾ നിങ്ങൾ 3 പേരും മൈക്കോൺ ആക്കിയിട്ട് നിങ്ങളുടെ തന്നെ ഇതാണോ അങ്ങനെ ചോദിച്ചിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ഇതിപ്പോ ഒരാൾ വേറെ ഓപ്ഷൻ മറ്റുള്ള വേറെ ഓപ്ഷൻ അങ്ങനെ ഇതാവണ്ട. നിങ്ങളുടെ ഇടയിൽ തന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇപ്പോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ CD ദേശ്മുഖ് കമ്മീഷൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ A2 ടീമിനോടാണ്. വേൾഡ് നോ ടുബാക്കോ ഡേ. ഓപ്ഷൻ എ May 28, ഓപ്ഷൻ ബി May 31, ഓപ്ഷൻ സി May 30, ഓപ്ഷൻ ഡി May 29. അപ്പൊ എല്ലാവരും കറക്റ്റ് അറിയോ? 31 മെയ്. ഉറപ്പാണ് ആകാശ്? അത് ഏകദേശം ഉറപ്പാ. May 31 അല്ലേ? ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ A3നോടാണ്. What is the height criteria for boys volunteers for participation in NSS RD camp? NSS RD ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ബോയ് വോളണ്ടിയറിന്റെ ഹൈറ്റ് ക്രൈറ്റീരിയ എത്രയാണ്? ഓപ്ഷൻ എ 145 to 155, ഓപ്ഷൻ ബി 155 to 165, ഓപ്ഷൻ സി 165 to 175, ഓപ്ഷൻ ഡി 175 to 185. A3 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അറിയണ ഒരു ആൻസർ പറയാ. സമീര കാശ്മീർ കേക്കുണ്ടോ? കേക്കുന്നുണ്ട്. സി അല്ലേ? ഓപ്ഷൻ സി അല്ലേ?
ഗേൾസിന് ഓപ്ഷൻ ബിയും ബോയ്സിന് ഓപ്ഷൻ സിയും അല്ലേ? കറക്റ്റ് ആണ്. ഓപ്ഷൻ സി. കറക്റ്റ് ആണ്. ഓപ്ഷൻ സി 165 to 175 ആണ് ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ B1നോടാണ്. NSS സോങ് കമ്പോസ് ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ പി ഭാസ്കരൻ, ഓപ്ഷൻ ബി PK ഗോപി, ഓപ്ഷൻ സി മാവേലിക്കര ഗോപിനാഥ്, ഓപ്ഷൻ ഡി കാവളം നാരായണ പണിക്കർ. B1 ക്വസ്റ്റ്യൻ ആണ്. മാവേലിക്കര ഗോപിനാഥ്. ഒരു മിനിറ്റ്. മാവേലിക്കര ഗോപിനാഥ്. ഉറപ്പിച്ചില്ലേ? പറഞ്ഞു അത് എടുത്തോ. ഞാൻ കൺഫേം ചെയ്യാം. Okay. ശരിയാണ്. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ B2നോടാണ്. NSS മോട്ടോ ആയിട്ടുള്ള നോട്ട് മീ ബട്ട് യു ആരുടെ പ്രബോധനങ്ങളിൽ നിന്നെടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി വിവേകാനന്ദ സ്വാമികൾ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി BR അംബേദ്കർ. സ്വാമി വിവേകാനന്ദൻ. ഉറപ്പിച്ചില്ലേ? ഉറപ്പിച്ചു. കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് B3 ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേരള NSS എംപാനൽ ട്രെയിനിങ് കേരളത്തിൽ NSS എംപാനൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് ETI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ NSS കോളേജ് ക്യാമ്പസ് നെന്മാറ, ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി രാജഗിരി കോളേജ് ക്യാമ്പസ് സൗത്ത് കളമശ്ശേരി. ശരി ഉത്തരാണ്. അടുത്ത ക്വസ്റ്റ്യൻ D1നോടാണ്. Who is the Union Minister of Youth Affairs and Sports looking after NSS? ഓപ്ഷൻ എ ആനന്ദ് കുമാർ, ഓപ്ഷൻ ബി കിരൺ റിജിജു, ഓപ്ഷൻ സി വിക്രം വർമ്മ, ഓപ്ഷൻ ഡി ഉമാ ഭാരതി. ഓപ്ഷൻ ബി ആണ് തോന്നുന്നുണ്ട്. അറിയോ? എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ബി ആവും. എന്തായാലും നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇല്ല. എന്നാ ബി പറയാം. ഓപ്ഷൻ ബി കിരൺ റിജിജു ശരി ഉത്തരാണ്. കറക്റ്റ് ആണ്. അടുത്തത് D2 ക്വസ്റ്റ്യൻ ആണ്. MPFMന്റെ പൂർണ്ണരൂപം എന്താണ്? ഫുൾ ഫോം ഓഫ് MPFM: മാസ് പ്രോഗ്രാം ഓഫ് ഫങ്ഷണൽ ലിറ്ററസി, മാക്സിമം പ്രോഗ്രാം ഓഫ് ഫങ്ഷണൽ ലിറ്ററസി, മാസ് പ്രോഗ്രാം ഓഫ് ഫ്രാക്ഷണൽ ലിറ്ററസി, മിനിമം പ്രോഗ്രാം ഓഫ് ഫങ്ഷണൽ ലിറ്ററസി. D2 ക്വസ്റ്റ്യൻ ആണ്. ആരും ഐക്കോൺ ആക്കിയിട്ടില്ലല്ലോ. ക്വസ്റ്റ്യൻ മാറിയില്ല. ഓക്കെ. ഫുൾ ഫോം ഓഫ് MPFM. ടൈം ലിമിറ്റ് ഉണ്ട് കേട്ടാ. D2 ആരെങ്കിലും പറയൂ. ഡി ആണോ? ഡി. ചർച്ച ചെയ്തോട്ടെ നിങ്ങൾ തമ്മില് എവിടെ വാട്സപ്പില അല്ല ഇതിൽ തന്നെ മൈക്ക് ഓൺ ചെയ്തിട്ട് ശരി. എവിടെ ബാക്കിയുള്ള ആൾക്കാർക്ക് വിളിച്ചോ? ടൈം പോണു. ആൻസർ പറയും. ടൈം കഴിഞ്ഞു. ഡി. ഓപ്ഷൻ ഡിയാ? കറക്റ്റ് കുത്തിയതാ. അല്ല, ഓപ്ഷൻ എ ആണ്. മാസ് പ്രോഗ്രാം ഓഫ് ഫങ്ഷണൽ ലിറ്ററസി. അടുത്ത ക്വസ്റ്റ്യൻ D3നോടാണ്. ദ പ്രസന്റ് റേഷ്യോ ഓഫ് ഫണ്ടിംഗ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. NSSലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഫണ്ടിംഗ് റേഷ്യോ. ഓപ്ഷൻ എ 50% ഫ്രം സെൻട്രൽ ആൻഡ് 50% ഫ്രം ഓപ്ഷൻ ബി 60% ഫ്രം സെൻട്രൽ 40% ഫ്രം സ്റ്റേറ്റ്, ഓപ്ഷൻ സി 100% ഫ്രം സെൻട്രൽ, ഓപ്ഷൻ ഡി 100% ഫ്രം സ്റ്റേറ്റ്. D3 ക്വസ്റ്റ്യൻ ആണ്. അറിയണവരെ ആൻസർ പറയുക.
വിസ്മയ, വൈഷ്ണവി, സ്നേഹ കേട്ടോ. ഹലോ അതാണ് അവരുടെ ടീം. വിസ്മയ, വൈഷ്ണവി, സ്നേഹ. എനിക്കറിയില്ല. ചോദ്യം വരുമ്പോ ഓൺ ചെയ്തരാം, മൈക്ക് ഓൺ ചെയ്തിട്ടോളാം. നിങ്ങൾ ഡിസ്കസ് ചെയ്ത ഏതൊരു ഓപ്ഷൻ കറക്കി ഏതെങ്കിലും കുത്തിക്കോ. പറയേ. കറി കുത്തിക്കോ. ബി ആയിരിക്കും. നമ്മുടെ ഗ്രൂപ്പ് ഡി അല്ലേ, നമുക്ക് ഡി എടുക്കാം. വേണോ? ബി പറ ആയിരിക്കും പറ. തോന്നുന്നു. ബി ആണോ? എന്നാ ബി എടുത്തോ. ഏതാന്ന് ഇഷ്ടം പോലെ എടുത്തോ. അറിയില്ല കേട്ടാ. എനിക്കാ ബി ആണോ? ഒരു ഡൗട്ട് ഉണ്ട്, ഏതാ അറിയില്ലേ. ഏതാ ബി ഉറപ്പിച്ച് ആണോ പറയേ. എന്നൊരു ഡൗട്ട് ബി അല്ലേ? അല്ല. ബി ആ ഉറപ്പിച്ചോ. ബി ആണോ? ബി ബോക്സ്. ആ ബി. ബി അല്ല, ഓപ്ഷൻ സി ആണ്. ശ്ശെ. ആണ്. ഇതൊക്കെ നമുക്ക് അന്ന് വായിക്കാൻ അന്ന് അതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ സീനിയേഴ്സിനോടാണ്. The out of pocket allowance per month to the program officer for conducting NSS activities is option A 300, option B 400, option C 500, option D 600. സീനിയേഴ്സിനോട് ക്വസ്റ്റ്യൻ ആണ്. ട്യൂഷനാണ് ചേട്ടന്മാരെ ആൻസർ പറയാ. ഹലോ ആരാ കേക്കണ്ട് കേക്കണ്ട്. ഐഡിയ 400 ആണോ? ഓപ്ഷൻ ബി 400 ആ കറക്റ്റ് ആൻസർ ആണ്. താങ്ക് യു. കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സൂപ്പർ സീനിയേഴ്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് വർഷത്തെ വിദ്യാഭ്യാസ സമ്മേളനത്തിലാണ് നിലവിലുണ്ടായിരുന്ന NCCക്ക് പുറമെ നാഷണൽ സർവീസ് സ്കീം എന്ന പദ്ധതിയിലും കോളേജ് തലത്തിൽ സന്നദ്ധതയിലുള്ള വിദ്യാർത്ഥികൾക്ക് ചേർന്ന് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമുണ്ടായത്? ഓപ്ഷൻ എ 1966, ഓപ്ഷൻ ബി 1967, ഓപ്ഷൻ സി 1968, ഓപ്ഷൻ ഡി 1969. ഒന്നുകൂടി പറയാം. ഏത് വർഷത്തെ വിദ്യാഭ്യാസം? ഹലോ 69 ആണോടി? ഉറപ്പാണോ? ഹലോ ചങ്കോള നിങ്ങക്ക് ആർക്കും അറിയോ? 1960 തോന്നുന്നുണ്ട്. ഏത് വർഷത്തെ വിദ്യാഭ്യാസ സമ്മേളനത്തിലാണ് നിലവിലുണ്ടായിരുന്ന NCC പുറമെ? അന്ന് 69. ശരിയല്ലേ ദേവോ? എന്നാ അത് ഡീൽ. അയ്യോ പോയോ? അയ്യോ ഞങ്ങളുടെ പോയി, സ്ക്രീൻ പോയി കുട്ടികളെ, സ്ക്രീൻ പോയി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറഞ്ഞേ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയട്ടെ. ആ ഏത് വർഷത്തെ വിദ്യാഭ്യാസ സമ്മേളനത്തിലാണ് നിലവിലുണ്ടായിരുന്ന NCCക്ക് പുറമെ നാഷണൽ സർവീസ് സ്കീം എന്ന പദ്ധതിയിലും കോളേജ് തലത്തിൽ സന്നദ്ധതയിലുള്ള വിദ്യാർത്ഥികൾക്ക് ചേർന്ന് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം ഉണ്ടായത്? ഓപ്ഷൻ എ 1966, ഓപ്ഷൻ ബി 1967, ഓപ്ഷൻ സി 1968, ഓപ്ഷൻ ഡി 1969. 69. ഓപ്ഷൻ ബി 1967 ആണ്. അതാണ് ഞാൻ നിർദ്ദേശം ഉണ്ടായതെന്ന് ഇതാക്കി പറഞ്ഞ്. ഓക്കെ, താങ്ക് യു. ശരി, പാടി പോവാടി. അപ്പൊ റൗണ്ട് 2 കഴിഞ്ഞു. ഇനി അടുത്തതായി എലിമിനേഷന് വേണ്ടിയിട്ട് ജനശ്രീനെ ക്ഷണിക്കണം. അതെ, എന്താ പറയാ, എലിമിനേഷന് മുമ്പായിട്ട് എന്താ പറയാ, ഇപ്പൊ 2 റൗണ്ട് NSSന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എല്ലാവരും ഒരുമാതിരി കിളിപോയി നിൽക്കാവും. ചിലത് കണ്ടിട്ടും കൂടി ഇല്ല. സോ അതിന് മുന്നായിട്ട് കുറച്ച് ചില്ലാവാൻ വേണ്ടിയിട്ട് നന്ദേന്റെ വക ഒരു പാട്ടുണ്ട്. സോ പാട്ട് പാടാൻ വേണ്ടിയിട്ട് നന്ദേനെ ക്ഷണിക്കുന്നു. ജസ്റ്റ് ഒന്ന് എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിട്ടാട്ടോ. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. காட்டு பயல
கொஞ்சி போட என்ன ஒருக்கா நீ முரட்டு முயல தூக்கி போக வந்த பயடா நீ திருட்ட காட கிடந்து என்ன திருட்டு மொழிக்காரா துருட்டி போட்டு இருக்கிடடா நீ திருட்டு போன போல என்ன உருட்டி உருட்டி பார்த்து சுருட்ட பாம்பு ஆக்கி போட்ட நீ முந்தியெல்லாம் திருக்க வச்ச சில்லடைய போல நீ இடுப்பு மடுப்புல என்ன நம்ம செஞ்சு புட்ட போற நீ பாருங்கள்ல இருந்து என்ன பஞ்சு போல ஆக்கி புட்ட என்ன செய்ய வச்சிருக்க நீ யான பசி நான் உனக்கு யான பசி சோலபுரி நீ எனக்கு சோலபுரி லலாயி ராயிரே ராயிரே லலாயி ராயிரே ராயிரே லலாயி ராயிரே ராயிரே லலாயி ராயிரே ராயிரே. താങ്ക് യു. അപ്പോ എല്ലാരും എൻജോയ് ചെയ്ത് ജയിക്കും അല്ലേ? ആ കമന്റ് ഒക്കെ കാണുമ്പോ നല്ല രസമുണ്ട്. എന്തൊക്കെയാ അടിച്ചിരുന്നേ കമന്റില്? അപ്പൊ ഇനി ഫസ്റ്റ് സെക്കൻഡ് റൗണ്ടുകളിലായിട്ട് നടന്ന ഇതില് ആരൊക്കെ എലിമിനേറ്റ് ആയത് അല്ലെങ്കിൽ ആരൊക്കെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ജാനുശ്രീനെ വിളിക്കുന്നു. ഹലോ, മനസ്സിലാവട്ടെ. എല്ലാവരും വളരെ എൻജോയ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമയപരിധി മൂലവും പിന്നെ നെറ്റ് ഇഷ്യൂസ് അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരെയും മുന്നോട്ടുള്ള റൗണ്ടുകളിലേക്ക് കൊണ്ടുപോകാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സത്യം പറഞ്ഞ് ആദ്യം വിചാരിച്ചത് 2 റൗണ്ടിൽ ആൻസർ ചെയ്യാത്തവരെ 2 മാർക്കും കിട്ടാത്തവരെ ഒഴിവാക്കണം എന്നായിരുന്നു. പക്ഷെ ഇതിപ്പം സ്കോർ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരെണ്ണമെങ്കിലും 2 റൗണ്ട് വെച്ചിട്ട് ഒരെണ്ണമെങ്കിലും ആൻസർ ചെയ്തവരെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ സ്കോർ പറയുകയാണെങ്കിൽ A1-ന് 2 റൗണ്ടിലും പോയിന്റ് കിട്ടിയിട്ടില്ല. അതേപോലെ B2, D1, D3 സീനിയേഴ്സ് 2 സീനിയേഴ്സിന്റെയും ടീമിന് 1 സ്കോർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്. അതേപോലെ തന്നെ A2, A3, B1, B3 എന്നീ ടീമുകൾ 2 റൗണ്ടിലും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ 11 ടീമായിട്ട് തുടങ്ങിയ ഈ മത്സരത്തിൽ നിന്ന് 2 പേരാണ് ഇപ്പോ എലിമിനേറ്റ് ചെയ്യുന്നത്. അതായത് A1-ഉം D2-ഉം. A1-ഉം D2-ഉം 2 പേരും 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ 2 പേരെയും ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള 9 ടീമുമായിട്ടാണ് നമ്മൾ അടുത്ത മത്സരത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അപ്പൊ ആരും വിഷമിക്കൊന്നും വേണ്ട. കിട്ടാത്ത ടീമുകാരൊക്കെ ഇവിടെ നിന്ന് ഇത് മൊത്തം കണ്ടിട്ട് പോയാൽ മതിയാവും. അപ്പോ എല്ലാരും കൂടി സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തുടങ്ങാം. അടുത്ത റൗണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൗണ്ടുകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് വെറൈറ്റി റൗണ്ട് 3ലേക്ക് കടക്കുന്നതിനായി നമുക്ക് അഫിദയെ ക്ഷണിക്കാം. അഫി. എടാ ഒരു മിനിറ്റ്, കണ്ണൻ സാർ വന്നിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം സാറേ. മനസ്സ് നന്നാവട്ടെ. ഇത് പരിപാടി നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇത്തിരി ലേറ്റ് ആയി കയറിയപ്പോ. അപ്പൊ എന്തായാലും നിങ്ങൾ വളരെ എന്താ പറയാ ഒരു നിങ്ങളുടെ ആ ഒരു പ്രഷറിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഒരു വെബിനാർ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു ക്വിസ് പോലെയുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാംസും വേണം അല്ലേ? അപ്പൊ നന്നായിട്ട് തന്നെ നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഞാൻ 1-2-3 കണ്ടു. നന്നായി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉള്ള ഇന്ററാക്റ്റീവ് സെഷൻസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വിസ് കോമ്പറ്റീഷൻസ് ഒക്കെ ആയിട്ട് ഇനിയും മുന്നോട്ട് വരട്ടെ. ഞാൻ ബാക്കി കാണട്ടെ എങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് നോക്കട്ടെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. എന്നാ അടുത്ത സെക്ഷൻ തുടങ്ങാം നമുക്ക്. മനസ്സന്നാവട്ടെ. ഇനി നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്കാണ് കടക്കുന്നത്. ഈ റൗണ്ടിന്റെ പേര് ഇത് പറയുന്നത് ബ്ലാ 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 എന്നാണ്. ഇത് ചോദ്യം ചോദിച്ച് ഉത്തരം പറയാം അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് ചലഞ്ച്, ഒരു ചലഞ്ചാണത്. ആരുടെ നാവൊക്കെയാണ് വഴങ്ങുക അതോ ആരുടെ നാവൊക്കെയാണ് ഉളുക്കുക എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചലഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എന്താന്ന്. ടങ് ട്വിസ്റ്റർ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പൊ ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒരു ടീമിലത്തെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല.
ഒരു ടീമിൽ നിന്നും ഒരൊറ്റ ആൾക്കേ പങ്കെടുക്കാൻ പറ്റും. അത് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യണം. ഓരോ ടീമുകാർ ഡിസ്കസ് ചെയ്യണം ആരാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ വരുന്നത്. അതുപോലെ നമ്മൾ സ്ക്രീനിൽ കാണിച്ചു തരും ഡയലോഗ്. അത് തെറ്റുകൂടാതെ 3 പ്രാവശ്യം ഭയങ്കര ഫാസ്റ്റായി പറയണം. അവരെ മാത്രമേ ഇതിന് കഴിഞ്ഞിട്ടൊരു എലിമിനേഷൻ നടക്കുന്നുണ്ട്. അവരെ മാത്രമേ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം A1 ടീമില്ല, ഇനിയിപ്പോൾ നമുക്ക് A2 ടീമിനെയാണ് വിളിക്കുന്നത്. ദൃശ്യ ഷെയർ ചെയ്യാ. കാണുന്നുണ്ടോ നോക്കേ? ഓക്കെ. കാണുന്നുണ്ടോ? കാണിക്കാൻ പറ്റും. ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. ഓക്കെ, കുഴപ്പമില്ല. അത് A1 ടീമിലെ ആൾക്കാരൊന്ന് മൈക്ക് ഓൺ ആക്കി ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഇല്ല, A2 ടീമാണ്. അതിൽ ആകാശ്, ദേവിക, രജീഷാണ് ഉള്ളത്. അതിൽ ആരാണ് ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ വരുന്നത് മുൻകൂട്ടി പറയണം. ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. ആകാശ്, ദേവിക, രജീഷ. അത് നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ, എന്നിട്ട് പറയൂ. എളുപ്പമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് തന്നെ പറയാം, നമുക്ക് സമയപരിമിതി ഭയങ്കര കുറവാണ്. നമുക്ക് ഭയങ്കര പറയണം. ആരാണ് വരുന്നത്? ആകാശ് ആരാ വരുന്നത്? രജീഷയാണോ? ഞാൻ ട്രൈ നീ ആകാശ് പറയുന്നുണ്ടോ? ഇല്ല, നീ ട്രൈ ചെയ്തോ. അതിപ്പോ തന്നെ പറയണം, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ തന്നെ വിചാരിച്ചു വെച്ചോട്ടോ. സ്ക്രീനിൽ കാണുന്നില്ല, ആ ടങ് ട്വിസ്റ്റർ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ദേവിക അല്ലേ വരുന്നേ? ഞാൻ വരാം. ഓക്കെ, അപ്പൊ ദൃശ്യ സ്ക്രീനിൽ കാണുന്നില്ല കേട്ടോ. സ്ക്രീനിൽ കാണിച്ചോളൂ. ഒന്ന് വായിക്കട്ടെ. വട്ടം പറഞ്ഞുതരാം, അതിനുശേഷം നിങ്ങൾ പറഞ്ഞോളൂ. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് 3 വട്ടം പറയണം. അപ്പൊ അധികം നമുക്ക് നീട്ടിക്കൊണ്ടാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ പറയണം. അപ്പൊ പറഞ്ഞോളൂ ദേവിക. ശരി. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. എന്ത്? 3 പ്രാവശ്യമാണ്. 3 പ്രാവശ്യം പറയണം. ഹലോ പറയണത് കേൾക്കാല്ല. ഹലോ, പറഞ്ഞോ കേക്കുന്നുണ്ട്. ഓക്കെ. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. 2 വട്ടമായിട്ടുള്ളൂ, ഇനിയും പറയണം. 3 പ്രാവശ്യം വേഗം പറയണം, ഫാസ്റ്റ് ആയിട്ട്. ചരലുരുളുമ്പോൾ മണലുരുള, മണലുരുളുമ്പോൾ എടുക്കാൻ പറ്റില്ല. അറിയണ ആരും കേൾക്കുന്നുണ്ടോ? ഓക്കെ മതി. 3 പോരെ, ഇനി പറയണോ? വേണ്ട, 3 ആയില്ലേ? 3 പറഞ്ഞില്ലേ? ആദ്യം 3 വട്ടം പറയുമ്പോ അതിന്റെ ഇടയിൽ ലാഗ് ഇടാതെ ചുമ്മാ ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പറഞ്ഞു വെക്കോളൂ കേട്ടോ. പറയണം. ഓക്കെ, അടുത്തത് നമ്മള് A3 ടീമിനെയാണ് വിളിക്കാൻ പോകുന്നത്. അതില് അവര് മൈക്ക് ഓണാക്കി അവർ ആരാണ് വരുന്നതെന്ന് പറയൂ. ഹലോ, ആദ്യം ടങ് ട്വിസ്റ്റർ കാണട്ടെ, എന്നിട്ട് പറയാ. നമ്മൾ അങ്ങനത്തെ അല്ല നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വന്നതിന് ശേഷം നമ്മൾ കാണിക്കുള്ളൂ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. വന്നാരെ വന്ന് അതിന് ശേഷം നമ്മൾ കാണിക്കുള്ളൂ. സമീരേ, മുന്നോട്ട് പ്രശ്നമൊന്നുമില്ല. പറയാൻ പറ്റും, പറയാ, അത്രയല്ലേ ഉള്ളൂ. ആരാണ് വരുന്നത്? സമീരക്ക് തീരെ സെറ്റ് ആവില്ല കേട്ടത്. എനിക്ക് പറ്റില്ല, കാശ്മീരാണ്. അതേ, അധികം ടൈം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സമീര് ഒന്ന് നോക്കടാ. സമീര് വന്നോളുന്നാ. ഇത്ര ടെൻഷൻ അടിക്ക്, ഇത്ര ചർച്ച ചെയ്യാന്നില്ല. ഒരാളവിടെ വരിക, സ്വന്തമായിട്ടാണ് ഏറ്റെടുക്കണം വെല്ലുവിളി.
അതാണ്. അതാണ് ഇപ്പൊ വരൂ, ആരാണ് വരുന്നത്? സമീരല്ലേ? കാണിക്ക് നോക്കട്ടെ. ഓക്കെ, അപ്പൊ ദൃശ്യ കാണിച്ചോളൂ. ഉരലാൽ ഉരുളിയുരുളിയാൽ ഉരലുരുളുമോ ഉരുളിയുരുളുമോ, ഇതാണ് പറയേണ്ടത്. വേഗം പറഞ്ഞോളൂ. നിങ്ങക്ക് കാണിച്ചു തരുന്ന പോലും ഉണ്ട്, എന്നിട്ടാണോ? ഓക്കെ. വേഗം ഉരലാൽ ഉരുളിയുരുളിയാൽ ഉരലുരുളുമോ ഉരുളിയുരുളുമോ, ഉരലാൽ ഉരുളിയുരുളിയാൽ ഉരലുരുളുമോ ഉരുളിയുരുളുമോ, ഉരലാൽ ഉരുളിയുരുളിയാൽ ഉരലുരുളുമോ ഉരുളിയുരുളുമോ. ഓക്കെ. ഓക്കെ. സെറ്റ് സമീരൊക്കെ വിളിച്ച്. അതാണ്. ഇതേപോലെ വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പൊ സമീരക്ക് നല്ലൊരു കൺഗ്രാറ്റ്സ് കൊടുക്കാം എല്ലാവരും. അടുത്തത് നമ്മള് B1 ടീമിലേക്കാണ് പോകുന്നത്. അവരിന്ന് ആരാണ് വരുന്നത്? അനാമിക എന്തേടെ? എന്നാ ഓക്കെ, ഞാൻ ട്രൈ ചെയ്തോളാം. ഓക്കെ, നദ്ദയാണ് വരുന്നത്. അപ്പൊ ദൃശ്യ. ഓക്കെ. വടുതല വളവിൽ ഒരതള മരത്തിൽ 10-25 ഒതളങ്ങ, ഇതാണ് പറയേണ്ടത്. സെറ്റ്. ഓക്കെ. കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. പറയട്ടെ? പറഞ്ഞു. ഓക്കെ. വടുതല വളവിൽ ഒരതള മരത്തിൽ 10-25 ഒതളങ്ങ, വടുതല വളവിൽ ഒരതള മരത്തിൽ 10-25 ഒതളങ്ങ, വടുതല വളവിൽ വടുതല വളവിൽ ഒരതള മരത്തിൽ 10-25 ഒതളങ്ങ. ഒരു വട്ടം പോയി. അപ്പൊ നമുക്കിത് എടുക്കാൻ പറ്റില്ല. അക്ഷരസ്ഫുടത വേണം. ഒരു ചാൻസ് കൂടി കൊടുക്ക്. 4-5 വട്ടം പറഞ്ഞില്ല, ഒരു 3 വട്ടം ശരിയായ പോരെ? 4-5 വട്ടം പറഞ്ഞ, 3 വട്ടം ഇപ്പൊ പറഞ്ഞത്. അതന്നെ, 4-5 വട്ടം പറഞ്ഞിട്ട് ഒരു 3 വട്ടം ശരിയായ ശരിയായില്ല പോരെ? ഇത്. എന്താ നോക്കി. അത് പോയി. അങ്ങനെ ഓക്കെ, 2 പ്രാവശ്യം എന്നാ ശരിയാക്കിയാ മതി. അങ്ങനെ ചെയ്യാം. അപ്പൊ അവളെ നമുക്ക് എടുക്കാം. 3 വട്ടം പറയണേ, 2 പ്രാവശ്യം ശരിയാക്കിയാ മതിന്നല്ലേ? ഡൺ. അപ്പൊ അടുത്തത്, അപ്പൊ അവളെ നമുക്ക് എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, റൂള് മാറ്റല്ലേ? റൂള തന്നെ മതി. അതന്നെ മതി. റൂള് ലെവല് പോവും. അതായത് 3 വട്ടം, ഒരു വട്ടം അവര് വേണമെന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. പിന്നെ 3 വട്ടം പറയുമ്പോൾ അത് സെറ്റ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാല്ലേ? ഓക്കെ. അപ്പൊ അടുത്തത് B2 ടീമിലേക്കാണ് പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് ആരാണ് വരുന്നത്? ഞാനാണ് വരുന്നത്. ഹിബയാണ് വരുന്നത്. അപ്പോ ദൃശ്യ, കുറച്ച് എളുപ്പമുള്ളതാന്ന് എനിക്ക് തോന്നുന്നു. കളകളമിളകുമൊരരുവി അലകളിൽ ഒരു കുളിർ ഒരു പുളകം. അടിപൊളി. ഇത് കുറെ ആൾക്കാർ കേട്ടിട്ടുള്ളതാണല്ലോ. പറഞ്ഞോളൂ. അത് ട്രൈ ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് 3 വട്ടം പറഞ്ഞു. കളകളം ഇളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. പറഞ്ഞോ. കളകളം ഇളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കളകളം ഇളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു? പോയിണ്ട്. അത് പോയി. അരുവി അലകൾ എന്നാണ് കേട്ടോ. ഏതേലും പ്രാവശ്യം കറക്റ്റ് ആയ. അല്ല, നമ്മൾ 3 പ്രാവശ്യം ശരിയാക്കണം, അപ്പോഴാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. നല്ലപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗെയിം, അങ്ങനെ മൈൻഡിൽ കണ്ടാൽ മതി എല്ലാവരും. അപ്പോ ഇനി അടുത്തത് B3 ടീമിനോടാണ്.
ആ ടീമിൽ നിന്ന് ആരാണ് വരുന്നത്? അഖില പോയി. അഖില അഖില ചെല്ല് ടാറ്റ. സനത് അമലൊന്ന് നോക്കണ്ടോ? ഓക്കെ ബൈ. നീ ട്രൈ ചെയ്തോ? സീനൊന്നും ഇല്ല തെറ്റിയാലും. അതന്നെ ആക്കോടക്കൂടാ കറക്റ്റ് എടുക്കും. സീനില്ല, നീ പറഞ്ഞോ. നോക്കണ്ടോ? തന്നെ നീ പേടിക്കണ്ട, നീ പറഞ്ഞോ. അഖിലെന്നെ. അതെ, താട്ട് താട്ട്. എന്താ പേര്? അഖില. അഖില. ഓക്കെ, ദൃശ്യ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. പറഞ്ഞോളൂ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. ഓക്കെ. ഓക്കെ. അഖില റേഞ്ച്. അടുത്തത് നമ്മള് D1 ടീമിലേക്കാണ് പോകുന്നത്. ജ്യോതിഷേ ഗോപിക ഓക്കെ ബൈ. ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം പോലും ശരിയാവില്ല കേട്ടോ. വേറെ കാര്യം ജ്യോതിഷേ ഞങ്ങൾ വിട്ടാക്കാം. പോയാന്നൊന്നും പറയരുതട്ടാ. അപ്പൊ ജ്യോതിഷിനുള്ളതാ വരുന്നേ. ദൃശ്യ. അറയുടരുൾ ഉറിയിൽ ഉരുളിയിൽ ഉരിപ്പാല്. അതാണ് പറയണ്ടത്. സിമ്പിള് ചീള് കേസുകള്. ഞാൻ പറയണ എന്താ പറയാ, മറ്റേ ഈ ടെൻഷൻ കുറയ്ക്കാനൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാ. അതുപോലെ കണ്ടാ മതി. എന്നുള്ളതല്ല, മുന്നോട്ട് വരാന്നുള്ളതാണ്. പറയാൻ പറ്റില്ല. പറ്റില്ല. ഒന്ന് വായിച്ചിട്ട് ആദ്യം വായിക്കാൻ അവസരം തരുന്നുണ്ട് നമ്മള്. ജസ്റ്റ് വായിച്ചു നോക്കിയതിനു ശേഷം പറഞ്ഞാ മതി. അതെ. സിമ്പിളടാ. അറയുടരുൾ വായിക്കാണ്ട് സെറ്റ് ചെയ്ത്. ഇവർക്കിത് വായിക്കാൻ കഴിയില്ല കേട്ടോ. അത് വായിച്ചു കൊടുക്കും. ഒന്നുകൂടി വായിച്ചു കൊടുത്തേ. അറയുടരുൾ ഉറിയിൽ ഉരുളിയിൽ ഉരിപ്പാല്. ഇതാണ് പറയുന്നത്. ഒന്നുകൂടി വേണം പറഞ്ഞുതരാം. അറയുടരുൾ ഉറിയിൽ ഉരുളിയിൽ ഉരിപ്പാല്. പറ്റില്ലല്ലോ. ജ്യോതിഷല്ല പറഞ്ഞ. ജ്യോതിഷാണ് പറയണ്ടേ. മൂന്നാള് അടുപ്പിച്ചോ? ആ 3 പ്രാവശ്യം പറയണം. ജ്യോതിഷ് സ്ക്രീൻ പോയി. നെറ്റ് പോയി. ഓരോരുത്തർ പറഞ്ഞാലോ. അത് പൊളിക്കും. സ്ക്രീൻ പോയിട്ടോ. സ്ക്രീൻ പോയി. ദൃശ്യ സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ ഉണ്ടായിട്ട് തന്നെ ഞങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ഇല്ല എന്നിട്ട് ചെറിയ പ്രോബ്ലം നോക്കാൻ നമുക്ക്. ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഞങ്ങൾക്കൊരു പോയിന്റ് തന്നൂടെ? ഇല്ല, എന്തായാലും ഇത്ര നേരമായില്ലേ. എത്ര നേരം ഉണ്ടായിരുന്നില്ല സ്ക്രീനില്. എക്സ്ട്രാ ഉണ്ടെങ്കിലേ നമുക്ക് അഭിലാഷേട്ടനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാം. നമുക്ക് സിമ്പിൾ കേസാണല്ലേ പറഞ്ഞേ.
അതെ അവസാനം. വന്നു വേഗം, നമുക്ക് ടൈം ഇല്ല അധികം. അല്ല പറയണം. ടൈം എനിക്ക് പറയാൻ പറ്റണില്ല. കഴിഞ്ഞപ്പോ പോയി പോയി. അടുത്ത ടീമിനെ വിളിച്ചോ. അടുത്ത ടീമിനെ വിളിക്കുക. നമുക്ക് ലാസ്റ്റ് അഭിലാഷം കൊടുക്കാം. ലാസ്റ്റ് അഭിലാഷേട്ടൻ ഒന്ന് പറയണേ. അടുത്ത ടീമിനെ വിളിക്കുകയാണ്. അടുത്തത് D3 ആണ്. D3 ആരാ വരുന്നത്? വിസ്മയം പൊക്കോ പൊക്കോ പൊക്കോ. നീ പറ സ്നേഹ പറ്റുന്നൊന്നുമില്ല. മുന്നോട്ട് വരുമോ? പറ്റൂടി നീ ചെയ്യിക്കാൻ. അല്ലെങ്കിൽ വൈഷ്ണവി വാ, മുന്നോട്ട് വാ. അയ്യോ എന്നെ പിടിക്കല്ലേ. സ്നേഹയോ ആരെങ്കിലും പറ, വിസ്മയോ. ആരെ വരുന്ന സമയമില്ല, വേഗം പറയാം. നോക്കട്ടെ. വിസ്മയാണോ? ഓക്കെ. ദൃശ്യ. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. ഇതാണ് പറയേണ്ടത്. ഇത് സ്ഥിരം സാധനല്ലേ. ഇത് സിമ്പിൾ ആണ്. അതെ അതെ സിമ്പിളാ. ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട്. വായിക്കട്ടെ. പറയ്. 3 തവണ കേട്ടാ തെറ്റാണ്ട്. നോക്കട്ടെ. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. നമ്മളെ ഒരാൾക്ക് ടഫ് അങ്ങനെ ആക്കണമെന്നല്ല, നമ്മളിത് തെറ്റി വന്നപ്പോ ഓരോരുത്തർക്ക് വരുന്നതാണ്. അടുത്തത് അവര് ശരിയാക്കിയിരിക്കുകയാണ്. അടുത്തത് നമ്മുടെ സീനിയർ ചേച്ചിമാരോടാണ്. അടുത്ത അപ്പോ S1 ടീം. അനുമോളെ നീ പറയോടാ. അനു അതില്ല എവിടെ? മനസ്സിലായി. എന്നെ പെടുത്തിയൊക്കെ കൂടിയടാ. ഞാൻ പറയാം. 2 പ്രാവശ്യം ജസ്റ്റ് ചുമ്മാ പറഞ്ഞിട്ട് ഞാൻ 3 ഇതാക്കി ശരിക്കുള്ള രീതിക്ക് പറഞ്ഞാ പോരെ? ഹലോ എന്ത് പിള്ളേരെ കേക്കല്ലേ? ചേച്ചി 2 പ്രാവശ്യം ട്രയല് നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാ പോരെ? ഒരു പ്രാവശ്യം നോക്കിയിട്ട് ബാക്കി പറഞ്ഞു. ഓക്കെടാ പെടുത്തി. പോരട്ടെ. അപ്പൊ ആരാ അജ്നേച്ചി വരുന്നേ? പിന്നെ ആരാ വരുന്നേ? അജിനെ തന്നെ. അപ്പൊ ഋഷിയെ കാണിച്ചോ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളക് ഉരുളും. അതാണ് പറയേണ്ടത്. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും അല്ലെ? തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. മതി നാരങ്ങ നിന്റെ വായ കുത്തിക്കേറ്റ അടുത്താണ്. മിണ്ടാടി ഇരുന്നോടാ. ഉപ്പ് തേച്ചിട്ട് പറയണ്ട. അപ്പൊ ഇത് ശരിയാക്കിയേക്കാണ്. ഇനി അടുത്തത് നമ്മുടെ സൂപ്പർ സീനിയർ ചേച്ചിമാരാണ്. SS2. SS1 അല്ലേ? SS2 ഇവിടെ ഉണ്ട്. നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ആരാ വരുന്നേ? പറഞ്ഞോ. അങ്ങനെയും പറയാ.
ഞാൻ പറയാം ചേച്ചി വേറാക്ക് കഴിവ് കാണിച്ചു കൊടുക്ക് പിള്ളേർക്ക്. മറ്റേ എളുപ്പം തന്നോളൂട്ടാ. അടുത്തത് എന്താ വരിക നമുക്ക് പറയാൻ പറ്റില്ല, അത് വരുമ്പോ കാണാം. അല്ല ഞാൻ ട്രയല് നോക്കിട്ട് പറയുള്ളൂട്ടാ. ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ട് ട്രയല് നോക്ക്. ഒരൊറ്റ വട്ടം അത് പറയാൻ പറ്റുള്ളൂ. മൈക്ക് ഓൺ ചെയ്തിട്ട് പറയും. മൈക്ക് ഓഫ് ആക്കിയിടാന്ന് അത് വെച്ചില്ല. നല്ലതല്ലേ എൻജോയ്മെന്റ്. ടെൻഷൻ സാധനം കാണിക്ക്. ഇതൊക്കെ ടെൻഷനാ. ശരി എന്നാ ഞാൻ പോവാട്ടാ. സിമ്പിളാണ്. ഞാൻ പറഞ്ഞുതരാൻ വേണമെങ്കിൽ ഒരു വട്ടം. പച്ച പച്ച തെച്ചിക്കോല് പറ്റേ ചെത്തി ചേറ്റിൽ പുഴുത്തി. ഇതാണ് പറയണ്ടുള്ളൂ. ഒരു മിനിറ്റ് പറഞ്ഞു നോക്കട്ടെ. നോക്കിയാ സിമ്പിളാ. പച്ച തെച്ചിക്കോല് പറ്റേ ചെത്തി ചേറ്റിൽ പുഴുത്തി, അതല്ലേ? ഭയങ്കര ഫാസ്റ്റായി പറയണം നമുക്ക് കേട്ടോ. പറഞ്ഞോ. ഒരു മിനിറ്റ്. റെഡി 1 2 3 സെക്കൻഡ്. പച്ച പച്ച തെച്ചിക്കോല് പറ്റേ ചെത്തി ചേറ്റിൽ പുഴുത്തി. പച്ച പച്ച തെച്ചിക്കോല് പറ്റേ ചെത്തി ചേറ്റിൽ പുഴുത്തി. പച്ച പച്ച തെച്ചിക്കോല് പറ്റേ ചെത്തി ചേറ്റിൽ പുഴുത്തി. കണ്ടാ ദേവികേച്ചിക്ക് ഇതൊക്കെ നിസ്സാരം. അഭ്യർത്ഥന മൂലം നമ്മൾ അഭിലാഷേട്ടന് ഒരെണ്ണം കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ അവരോട് ചോദിച്ച അടുത്തത് ഏതാ നോക്കിട്ട് പറയാം. ഞാൻ ഇവിടെ നിക്കണോ പോണോന്ന് തീരുമാനിക്കാൻ. ടഫ് സാധനം വല്ലതും കൊടുക്കുന്നേ, വേറെ കൊടുക്ക് ഉണ്ടെങ്കിൽ. ഏതായാലും നോക്കട്ടെ, സെറ്റാക്കാൻ. അഭിലാഷേട്ടന് വേറെ ഇല്ലെങ്കിൽ അഭിലാഷേട്ടന് ഞങ്ങളുടെ കൊടുത്തോട്ടാ. ഓക്കെ, ഇതാണ് പറയേണ്ടത്. ഇത് സിമ്പിൾ അല്ലേ? ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ, ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ, ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് ഉരുളൽ, ഉരുളിയിലെ കുരുമുളക് ഉരുളലോട് നമ്മുടെ ഈ റൗണ്ട് കഴിയാണ് ഇപ്പൊ. ഇനി അടുത്തത് എലിമിനേഷൻ ഉണ്ട്. ആ എലിമിനേഷനെ കുറിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആ എലിമിനേഷന് വേണ്ടി നമ്മൾ ജിഷ്ണനെ വിളിക്കുകയാണ്. ജിഷ്ണ ആടാ, കേക്കാണ്ട്. മനസ്സ് നന്നാവട്ടെ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് 2 റൗണ്ട് കഴിഞ്ഞപ്പോ 11 ടീമാണ് ഉണ്ടായിരുന്നത്. അതിന് 2 ടീം നമുക്ക് ഔട്ടായി. ഇപ്പൊ 3rd റൗണ്ട് ബ്ലാ 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 കഴിഞ്ഞപ്പോ ടോട്ടൽ 9 ടീമാണ് ഉണ്ടായിരുന്നത്. അപ്പോ 4th ഇതിലേക്ക് സെലക്ട് ആയത് നമുക്ക് നോക്കാം ആരൊക്കെയാണ്. A2 A3 B3 D3 S1 S2. ഇങ്ങനെ ടോട്ടല് 6 ടീമാണ്. ഒന്നുകൂടി പറയാൻ വേണമെങ്കിൽ A2 A3 B3 D3 S1 S2. ഇങ്ങനെ ടോട്ടല് 6 ടീമാണ് ഇപ്പൊ സെലക്ട് ആയിരിക്കുന്നത് കേട്ടോ. ജിഷ്ണ, എലിമിനേറ്റ് ആയ ഗ്രൂപ്പുകളുടെ പേരും കൂടി ഒന്ന് പറയോ? ഇതുവരെ എലിമിനേറ്റ് ആയിട്ട് മൊത്തത്തിൽ പറഞ്ഞോ? അതായത് ഫസ്റ്റ് റൗണ്ട് തൊട്ട് എലിമിനേറ്റ് ആയിട്ട് പറഞ്ഞോ? ജിഷ്ണയുടെ അതെ, നമ്മുടെ ഇതുവരെയുള്ള ഇതനുസരിച്ച് A1 ടീമും D2 ടീമും ആദ്യത്തെ റൗണ്ടിൽ ഔട്ടായി. 2 റൗണ്ട് കഴിഞ്ഞിട്ടില്ല, ഫസ്റ്റ് എലിമിനേഷനിൽ ഔട്ടായി. ഇനിയുള്ളത് B1 ടീമും B2 ടീമും രണ്ടാമത്തെ എലിമിനേഷനിൽ ഔട്ടായി. അപ്പൊ ഇനി ബാക്കിയുള്ള ടീം അടുത്ത 4ാമത്തെ റൗണ്ടിലേക്ക് മത്സരിക്കാൻ എത്തിയിരിക്കുന്ന ടീം A2 A3 B3 D3 ആൻഡ് സീനിയേഴ്സിന്റെ 2 ടീമുകളും. ഓക്കെ അല്ലേ? സീനിയേഴ്സ് നല്ല പരിപാടിക്ക് കേട്ടോ. ഇപ്പൊ ഉണ്ട് ഫുള്ള്. ഞങ്ങള് അല്ലല്ല, അങ്ങനെ പറയല്ലേ. ഇതൊക്കെ ആൾക്ക് പോലെ അഭിലാഷേ വെറുതെ കിടന്ന് പറയല്ലേട്ടാ, പിള്ളേരും നാണം കിടന്നാണെങ്കിൽ. ജൂനിയേഴ്സ് കട്ടക്ക് പിടിച്ചോട്ടോ. GK ഒന്നുമില്ല, മറ്റേ കുസൃതി ചോദ്യങ്ങളാ. അതൊക്കെ എന്തായാലും കേട്ടിട്ടില്ല എന്നിട്ട് തല്ലികളെ. ഇനി എത്ര റൗണ്ട് കൂടി ഉണ്ട്? ആദ്യം ഇനി 4th റൗണ്ടിലേക്കാണ് പോണത്.
പിന്നെ 5th റൗണ്ട്. അതോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം ഏതാണ്ട് കഴിയും. അപ്പൊ ഇനി 4th റൗണ്ടിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ 4th റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്ത എല്ലാ ടീംസിനും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അതോടൊപ്പം തന്നെ ഇതുവരെ പൊരുതി നിന്ന് എല്ലാവരും കട്ടക്ക് നിന്നിട്ടുണ്ട്, ഉഷാറായിരുന്നു. അപ്പൊ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. അപ്പൊ നമുക്ക് 4th റൗണ്ടിലേക്ക് കടക്കാം. റൗണ്ടിന്റെ പേരാണ് കണ്ടറിയാത്തവൻ കൊണ്ടറിയും. അതെ, പേര് പോലെ തന്നെ കണ്ടറിഞ്ഞില്ലേ ചിലപ്പോൾ നിങ്ങളുടെ ടീമിന്റെ മാർക്കിനെ തന്നെ എഫക്ട് ചെയ്യും. സോ ഗൈസ്, ഞാൻ എന്താ പറയാ, ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഭയങ്കര എളുപ്പമാണ്. ഓരോ ടീമിനും, അതായത് ഫസ്റ്റ് A2 ടീമിന് വേണ്ടിയിട്ട് ഒരു വിഷ്വൽ ഇവിടെ സ്ക്രീനിൽ ഷെയർ ചെയ്യും. ആ വിഷ്വൽ കണ്ടിട്ട് അത് ഏത് ഫിലിമിലെ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത്രേ ഉള്ളൂ. ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ആ ഇമേജ് ഏത് ഫിലിമിലെ ആണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോ A2, A3, B3, D3 പിന്നെ S1, SS1 അങ്ങനെ 6 ടീമുണ്ട്. സോ ഫസ്റ്റ് A2 ടീമിന് എന്താ പറയാ, A2 ടീമിനുള്ള വിഷ്വൽ ഇപ്പൊ സ്ക്രീനിൽ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങളിൽ ഒരാള് എന്താ പറയാ മൈക്ക് ഓൺ ആക്കിയിട്ട് ആൻസർ എന്താന്ന് പറയണം. സോ ദൃശ്യ A2 ടീമിലുള്ള വിഷ്വൽ ഷെയർ ചെയ്യാം. അതിനു മുമ്പ് ആരാ പറയണേന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. ആകാശ്, ദേവിക, രജീഷ. ഡിസ്കഷൻ പറ്റില്ലേ? ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ 3 പേര് മൈക്ക് ഓൺ ആക്കിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരാൾ പറഞ്ഞു കേട്ടോ. അപ്പൊ A2 ടീമിനുള്ള സ്ക്രീൻ ഷെയർ ചെയ്തോ, ദൃശ്യം ഷെയർ ചെയ്തോ. ഈ വിഷ്വല് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇത് ഏത് ഫിലിമിലെ ആണെന്നാണ് ക്വസ്റ്റ്യൻ. എനിക്ക് കാണാൻ പറ്റുന്നില്ല വിഷ്വല്. ദൃശ്യന് പിൻ ചെയ്യൂ. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് പണ്ടത്തതാണ്. ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, കിട്ടി. കിട്ടിയോ? അതന്നല്ലേ നീ പറഞ്ഞോ, അടികപ്പിയാര് കുട്ടമണി. അതെ അതെ. അപ്പൊ A2 ടീം കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സെറ്റ്. അതെ, പൊളിച്ചിട്ടുണ്ട്. നമുക്കിനി A3 ടീമിലേക്ക് മൂവ് ചെയ്യാം. ശ്വേത, കാശ്മീര, സമീറ, ഈ 3 പേർക്കുള്ളതാണ് അടുത്ത വിഷ്വൽ കാണിക്കാൻ പോകുന്നത്. ദൃശ്യം അടുത്ത വിഷ്വൽ കാണിച്ചോ. ഈ വിഷ്വൽ ഏത് ഫിലിമിലെയാണെന്ന്? ശ്വേത, ശ്വേത, കാശ്മീര, സമീറ. എവിടെ എവിടെ? അതല്ലേ ഉറപ്പല്ലേ? ഈ ഇലയൊക്കെ കാണുമ്പോ അങ്ങനെ തോന്നുന്നു. ഇത് ഫസ്റ്റ് ഭാഗല്ലേ, മൂക്കില് പഞ്ഞിക്ക് വെക്കാൻ പോണത്. അതിനുണ്ട്. അതെ, എല്ലാരും സിനിമ മാനിയാണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് ആണ് ആൻസർ, 3 കിങ്സ്. A3 ടീം കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഉറപ്പിക്കല്ലേ ചോദിച്ചിട്ട് ഉറപ്പിക്കട്ടാ. ആരാ നവ്യ? ഉറപ്പിക്കല്ലേ ചോദിക്കുമ്പോ അപ്പൊ അവര് ഉറപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചാൽ മതി. ഓക്കെ, ഉത്തരം എടുക്കണ്ടെന്ന് മനസ്സിലായില്ലേ? ഓക്കെ ചേട്ടാ. ഓക്കെ ഓക്കെ. B3 ടീമിനോടാണ്. അഖില, അമല്, സനദ്. ഇവർക്കുള്ള വിഷ്വലാണ് അടുത്ത സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത്. ദൃശ്യ കാണിച്ചോ. നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ. അഖില, അമൽ, സനദ് ഡിസ്കസ് ചെയ്തോളൂ. ഒരാൾ പറഞ്ഞാൽ മതി. ഗ്രാൻഡ് മാസ്റ്റർ സിനിമയിലെ മറ്റേ പാട്ടുള്ള അഖിലയു, ആ പാട്ടുള്ളത് ആയിരിക്കും, എനിക്ക് അറിയില്ല. ഗ്രാൻഡ് മാസ്റ്റർ. അമലിനെ അറിയോ? ഗ്രാൻഡ് മാസ്റ്റർ തന്നെ തോന്നുന്നുണ്ട്. പാട്ടുള്ളതല്ലേ? ആ പാട്ടുള്ളതല്ലേ? ഏത് പാട്ട്? അഖിലയു, ആ പാട്ട്. അഖിലയോ, അതെ, അഖിലയോ, നീ അഖിലയോ. ഗ്രാൻഡ് മാസ്റ്റർ തന്നെ. ഗ്രാൻഡ് മാസ്റ്റർ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഉറപ്പല്ലേ? അപ്പൊ B3 ടീം പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഇത് ഈ വിഷ്വല് ഗ്രാൻഡ് മാസ്റ്റർ തന്നെയാണ്. സോ അവരുടെ ആൻസറും ഫേവർ ആക്കിയിട്ടുണ്ട്. ഇനിയുള്ളത് D3 ടീമിനോടാണ്. വിസ്മയ, വൈഷ്ണവി, സ്നേഹ അവരടങ്ങുന്ന D3 ടീമിനോടുള്ള വിഷ്വലാണ് അടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത്. ദൃശ്യം അടുത്തത് കാണിച്ചോ. അല്ലേ സ്നേഹ? മറ്റേ ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുവച്ചിട്ട് തോന്നുന്നു. ഏതാ വിസ്മയ? ഏതാ ഒന്നുകൂടെ? രാക്ഷസ് എന്ന് പറഞ്ഞ മൂവിയില് ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുവച്ചിട്ട് മറ്റേ പെൺകുട്ടികളെ കൊണ്ടാണ്. രാക്ഷസ് എനിക്കറിയില്ല. അത് തന്നെയാ.
എനിക്കറിയില്ല. എനിക്കും അറിയില്ല. അതായിരിക്കും. എനിക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ. എനിക്കും അറിയില്ല. ഗിഫ്റ്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കോ. എന്നാ അത് പറഞ്ഞു. ആയിരിക്കും അല്ലേ? ഒരാൾ ആൻസർ പറ, ആരെങ്കിലും ഉറപ്പിച്ചിട്ട്. ആർക്കും അറിയില്ല. രാക്ഷസൻ കൊടുക്കല്ലേ ഭയം പറയും. ഉറപ്പിച്ചോ? വിസ്മയ ഉറപ്പിച്ചോ? ആ ആ ഓക്കെ, എന്തായാലും ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിച്ച ആൻസർ എന്തായാലും കറക്റ്റ് ആണ്. നിങ്ങളുടെ D3 ടീമും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ട് പെൺകുട്ടികളെ കൊണ്ടുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് നന്നായിട്ടുണ്ട്. ദെൻ ഇനി നമ്മുടെ S1നോടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചേച്ചിമാര് റെഡി ആയിട്ടിരുന്നോ? ദൃശ്യം എടുത്തത് എടുത്തോ. ഇത് പറ്റിയതല്ലേ? ഇടുക്കി ഗോൾഡ് ആണോ? അല്ല, അനു അതുല്യ എവിടേത്? നിങ്ങളൊക്കെ കൂടി സംസാരിക്കും. റേഞ്ചില്ല അതെ ക്രീം പിൻ ചെയ്ത് വെക്കാണ്ടാവും. കാണാല്ല ചേച്ചി അതേഴ്സില് നിക്ക് ഇത് പറവയാണോ അല്ലെങ്കിൽ പറവേണോ? പറവേ അതുല്യേ കഴിക്കണില്ലേ? അതെല്ലാം പറഞ്ഞു കാണാനില്ലാന്ന്. നമുക്ക് മാത്രം നാടി ഇത്ര ടഫ് പറഞ്ഞേ. അയ്യോ, അതെ സൂപ്പർ സീരീസ് സിനിമ ഒക്കെ കാണണേ. അതുല്യ ചേച്ചിയാണ് ചേച്ചി. അതിന ചേച്ചി വേഗം പറയണമെന്ന് വെച്ചിന്. അതിനെ പറഞ്ഞു. പറവേണോ? ഉറപ്പിച്ചാ പറഞ്ഞു. ആ ടൈം നേരത്തെ സിനിമ കറക്റ്റ് കിട്ടിയതാ. ഇത് മാത്രം കിട്ടുള്ളൂ. ഇത്രയും നേരമുള്ള ഞാനിവിടെ ആൻസർ പറയായിരുന്നു. വിട്ടുകളാ. പറഞ്ഞോ, നിങ്ങൾ ഒരു ആൻസർ പറഞ്ഞോ. അതില് ചേച്ചി അതിന ചേച്ചി നിങ്ങള് പറവ പറഞ്ഞ ആൻസർ തെറ്റാണ്. പൊറിഞ്ചുമറിയും ജോസാണ് കറക്റ്റ് ആൻസർ. ഷിജില് ആൻസർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ടെക്സ്റ്റിൽ അയച്ചാ മതി കേട്ടോ. ഷിജിൽ അതൊന്ന് നോക്കിക്കോളൂ. ഇത് മറ്റേ സീനാണ്. ഇവന്റെ ക്ലാസ് വെച്ചിട്ട് അവളടിക്കുമ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞോണ്ടിരിക്കാ. നിങ്ങൾ പറഞ്ഞത് വീണ്ടും റൗണ്ട് വരും. സെറ്റാക്ക, അടുത്തേല് സെറ്റാക്ക. അല്ല ഇനി അപ്പോ അടുത്ത എന്താ പറയാ SS1 സൂപ്പർ സീരിയൽസ് ചേച്ചിമാരുള്ള ചോദ്യമാണ്. പാറു ചേച്ചി, ദേവി ചേച്ചി, സൂര്യ ചേച്ചി. അപ്പൊ അവർക്കുള്ള വിഷല് പ്ലേ ചെയ്തോ. ഇത് മറ്റേതാണ്. ലൂസിഫർ. ലൂസിഫർ അല്ലേ? ഉറപ്പിച്ചില്ലേ? പൃഥ്വിരാജ് ഡയറക്ഷൻ. ഇനി ബാക്കി ഡീറ്റെയിൽസും കൂടി എമ്പുരാൻ അടുത്ത വട്ടം ഇറങ്ങുന്നതും കൂടി പറഞ്ഞോ. എന്തായാലും ഉറപ്പിച്ചില്ലേ ചേച്ചി? ആൻസർ കറക്റ്റ് ആണ്. 666 കണ്ടാൽ തന്നെ അറിയാം ലൂസിഫർ ആണെന്ന്. സോ ഫസ്റ്റ് റൗണ്ട് എന്താ മോനെ കേട്ടില്ലടാ? പഠിക്കലൊന്നുമില്ല, സിനിമ കാണൽ മാത്രമേ പണിയുന്നു. അഭിലാഷിന്റെ പഠിച്ചതാ. അപ്പൊ ഫസ്റ്റ് ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി ഒരു റൗണ്ടും കൂടി വീണ്ടും ആ റൗണ്ട് വൈസ് വിഷ്വൽ പ്ലേ ചെയ്യാണ്. സോ ഇനി വരുന്ന വിഷ്വല് A2 ടീമിലുള്ളതായിരിക്കും. ആകാശ്, ദേവിക, രജീഷ ഉള്ള A2 ടീമുള്ള വിഷ്വലായിരിക്കും ഇപ്പൊ വീണ്ടും ഇനി കാണിക്കാൻ പോകുന്നത്. ദൃശ്യ കിട്ടിയില്ലേ? പറഞ്ഞു കൊച്ചുണ്ണി. ഭയങ്കര എളുപ്പമായി പോയോ? ആൻസർ എന്തായാലും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ദെൻ പെട്ടെന്ന് തന്നെ അടുത്ത ടീമിലേക്ക് മൂവ് ചെയ്യാം. A3 ടീമിലുള്ളതാണ്. ശ്വേത, കച്ചു, സമീറ ഇവർക്കുള്ള വിഷ്വല്. അല്ലേ കാശ്മീരെ? അല്ല
പിന്നെ ഇത് വീട്ടിക്ക് മറ്റേ അവര് വീട്ടിക്ക് വരുന്ന സീനല്ലേ കൊണ്ടുവരുന്ന സീനല്ലേ കാശ്മീരേ അതന്നെ അതന്നെ അതെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരാളെ ആൻസർ പറ. ആരുടെ മൈക്കിലാണ് കുഴപ്പം? കശ്മീരിന്റെ മൈക്കിലാണ് കുഴപ്പം. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ ഫൈനലൈസ് പറഞ്ഞാൽ മതി. ഉണ്ട് കേൾക്കണ്ട, ഞാൻ പറയുന്നത് കേൾക്കണ്ട. അത് കുമ്പളങ്ങിയല്ലേടി, ഉറപ്പല്ലേ? കുമ്പളങ്ങി നൈറ്റ് തന്നെയല്ല, മറ്റേ വീട്ടിക്ക് കൊണ്ടുവരുന്ന സീനല്ലത്. സ്ക്രീൻ പോയില്ലോ. വേറൊന്നും ഓടില്ല, അതന്നെ പറയാലേ. കാശ്മീർ എന്താ പറഞ്ഞേ? അവളെന്താ പറയുന്നത് കേക്കാലിയ, എന്തൊരു സൗണ്ട് ഉണ്ട്. അവളുടെ എന്താ ഭയങ്കര എന്താ കുഴപ്പമുണ്ട് തോന്നുന്നു. അതന്നെ ആ കുമ്പളങ്ങി നൈറ്റ്സ് പറഞ്ഞോ, കുമ്പളങ്ങി നൈറ്റ് നിങ്ങൾ ഉറപ്പിച്ചില്ലേ? ഉറപ്പിച്ചു, കുമ്പളങ്ങി. അപ്പൊ ശ്വേത, കച്ചു, സമീറ മൂന്നിനെ ഡിസ്കസ് ചെയ്തെടുത്ത ആൻസർ എന്താണെന്ന് കറക്റ്റ് ആണ്. കുമ്പളങ്ങി നൈറ്റ്സ് ഒരു വിഷ്വൽ തന്നെയായിരുന്നു അത്. മൈക്ക് പ്രോബ്ലം ആണ് കച്ചുവിന്റെ. ഓക്കെ, കുഴപ്പമില്ല. ഇനി ദെൻ B3 ടീമിലേക്കാണ്. അഖില, അമൽ, സനദ് ഇവർക്കുള്ള വിഷ്വലാണ് അടുത്ത് പ്ലേ ചെയ്യുന്നത്. ദൃശ്യ സ്ക്രീൻ ഷെയർ ചെയ്യല്ലേ? കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. B3 ടീമിനുള്ളത് കേട്ടോ. അഖില, അമൽ, സനദ് ഇവർക്കുള്ളതാണ്. വിഷ്വല് കാണാനില്ലേ? അഖില, അമൽ, സനദ്. സൂഫി സുജാതയാണോ അത്? അതെ അതെ അഖില നൈ പറഞ്ഞോ? ഉറപ്പ്. സെറ്റ്, ആൻസർ കറക്റ്റ് ആണ്. എന്തായാലും സൂഫി സുജാതയുടെ ഇമേജ് ആണ്. എല്ലാവരും കട്ടയ്ക്ക് ഉഷാറായിട്ട് നിൽക്കുകയാണല്ലോ. ഇനി അടുത്തത് D3 ടീമിലുള്ളതാണ് കേട്ടോ. വിസ്മയ, വൈഷ്ണവി, സ്നേഹ ഇവർക്കുള്ള വിഷ്വലാണ് കേട്ടോ. വിസ്മയ, വൈഷ്ണവി, സ്നേഹ. ഇതേതാടാ, അറിയോ? ഇതേതാ? ഏതോ ഒരു കുട്ടി എന്തോ പെൻസിൽ കണ്ടിട്ട് കുത്തുന്ന പാകാൻ തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം എന്തോ ഒരു പെൻസിൽ എടുത്ത് കുത്തുന്നുണ്ട്. ഏതോ ഒരു സിനിമയിൽ ഉണ്ടാവണം. കിങ് ലെയർ ആ സിനിമയിലാണോ? മങ്കി പെന്നിലാണോ? അല്ലേ, പറയല്ലേ. അതിലാണോ? മങ്കി പെന്നില് ഈ കുട്ടിയില്ല, ഈ കുട്ടിയില്ല. കിങ് ലെയറിലാണോ? കിങ് ലെയർ എനിക്കറിയില്ല. മങ്കി പെന്നില്ല, മറ്റേതിനകത്ത് എന്തെന്ന് അറിഞ്ഞൂടാ. കിങ് ലെയറാ. ഫൈനലൈസ് ചെയ്തിട്ട് ഒരാളെ ആൻസർ പറഞ്ഞോളൂ. വിസ്മയ, വൈഷ്ണവി, സ്നേഹ. ആരിലും ഒരാൾ ഫൈനലൈസ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞോ. എന്ത് തോന്നുന്നു? എന്തേലും ഒന്ന് പറഞ്ഞേക്ക്. എനിക്ക് പരിചയമില്ല, എനിക്കറിയുന്ന ആളല്ല. ഇത് ഞാൻ ഉദ്ദേശിച്ച ആളല്ല. എന്നാലും വിസ്മയ, വൈഷ്ണവി, സ്നേഹ ആൻസർ സീനില്ല. അടുത്ത സെറ്റാക്കാം. പറ, ഉറപ്പിക്ക്. ഒരാൾ ഉറപ്പിച്ച് പറ. വിസ്മയ, വൈഷ്ണവി, സ്നേഹ. ടൈം കേൾപ്പിക്കണ്ട. ഒരാൾ പറ. പറയണ്ടേ? ഏതിലും ഒരെണ്ണം പറ. ക്ലൂസ് ഒന്നും കൊടുക്കണതല്ല. പറ. അതെ, നിർത്തിട്ടോ. എന്താ പറയാ, D3 ടൈം കഴിഞ്ഞു. ഓക്കെ, D3 ടൈം കഴിഞ്ഞു. ആൻസർ കിങ് ലെയർ അല്ല, തൃശ്ശൂർ പൂരാണ്. പുള്ളിരിയുടെ ചെറുപ്പാണത്. സീനില്ല, വിട്ടുകള. സീനില്ല, വിട്ടുക. അതൊക്കെ അത്രേ ഉള്ളൂ. ഇനി നേരത്തെ അടുത്ത ടീമിലേക്ക് മൂവ് ചെയ്യണം കേട്ടോ. ചേച്ചിമാരുടെ S1-ക്കുള്ളതാണ്. അതിൽ ചേച്ചി, അനു ചേച്ചി, അജന ചേച്ചി ഇവർക്കുള്ളതാണ് വിഷ്വലായിട്ട്. ഇനി മാണിക്കക്കല്ല് അതന്നെ, മാണിക്കക്കല്ല് തന്നെ ഉറപ്പിച്ച്. ഗുരുജി പ്ലീസ് ലോക്ക് മാണിക്കക്കല്ല്. ഉറപ്പിച്ചോ?
ആൻസർ കറക്റ്റ് ആണ്. അതെ, കഴിഞ്ഞ വട്ടം തെറ്റുത്തരം പറഞ്ഞതിന്റെ എല്ലാ ഇതും മാറ്റിക്കൊണ്ട് എന്താ പറയാ, ഫേവർ ഫുൾ ഓൺ ഫേവർ ആണ്. ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് SS1 സൂപ്പർ സീനിയേഴ്സിനോടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാർച്ചേച്ച് ദേവിച്ചേച്ച് സൂര്യച്ചേച്ചി ആലേട്ടായിരുന്നു. അവർക്കുള്ള വിഷലാണ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഷെയർ ചെയ്ത ദൃശ്യം ബാംഗ്ലൂർ ഡേയ്സ് അതന്നെ ബാംഗ്ലൂർ ഡേയ്സ് തന്നെ. ഫൈനലൈസ് ചെയ്ത ഒരാള് പറഞ്ഞു. ദേവിക ചേച്ചി ആൻസർ കറക്റ്റ് ആണ്. ബാംഗ്ലൂർ ഡേയ്സ് തന്നെയാണ് ആൻസർ. ഇനി ഒരു റൗണ്ടോട് കൂടി ഇത് കഴിയും. അതായത് ഇനി വീണ്ടും A2 A3 വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഈ റൗണ്ടോട് കൂടി വിഷ്വലുള്ള റൗണ്ട് കഴിയും. സോ എല്ലാരും ഒന്നും കൂടി കെയർ ചെയ്ത് നോക്കാം. വീണ്ടും ഇപ്പൊ A2 ടീമിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആകാശ്, ദേവിക, രജിഷയ്ക്ക് ഉള്ളതാണ്. ദൃശ്യ സ്ക്രീൻ ഷെയർ ചെയ്തോ. ആകാശ്, ദേവിക, രജീഷ. എടാ വിനീത് ശ്രീനിവാസനും അനീചേട്ടനും അനിയനുള്ള സിനിമയല്ലേ? അതിന്റെ പേരെന്തായിരുന്നു? കുഞ്ഞിരാമായണം. ഉറപ്പിച്ചോ? നിങ്ങള് ഉറപ്പിച്ചു കഴിഞ്ഞ ഒരാള് ഫൈനലൈസ് ചെയ്ത് പറഞ്ഞു കേട്ടോ. ഉറപ്പിച്ചു, കുഞ്ഞിരാമായണം. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ A2 ടീം ഇതുവരെ ഉള്ള എല്ലാ ക്വസ്റ്റിനും ശരിയാക്കിയിട്ടാണ് പോണത്. ദെൻ A3 ടീമിലേക്ക് കിടക്കാം. ശ്വേത, കച്ചു, സമീർ അവർക്കുള്ള വിഷലാണ് കേട്ടോ. കുപ്പി പൊട്ടരുത് എന്നൊക്കെ. ശ്വേത, കച്ചു, സമീർ അവർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. വിഷ്വല് കാണുമ്പോഴേക്കും പറഞ്ഞു തുടങ്ങി. ആൻസർ ആരെങ്കിലും ഒരാൾ ഫൈനലൈസ് ചെയ്ത് പറ. നിങ്ങൾ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. A3 ടീം അതെ, ഇഞ്ച് വാശി പോരാട്ടാണ്. അപ്പോ ഇനി നേരെ തന്നെ B3 ടീമിലേക്ക് കടക്കാണ് കേട്ടോ. അഖില, അമല്, സനദ് ഇവർക്കുള്ള വിഷലാണ് പ്ലേ ചെയ്യുന്നത്. അഖില, അമൽ, സനദ്. കിങ് ലെയർ അല്ലടാ, മാഷിന്റെ നിക്കല്ലത്. പറഞ്ഞോ കേച്ചിട്ട്. അതെ, കിങ് ലെയറാന്ന് തോന്നുന്നുണ്ട്. ആ കണ്ണാട ഹോട്ടലിൽ വെച്ച് ചവിട്ടി പൊട്ടിക്കുന്നത് അങ്ങനെ ഭാഗമല്ല. എനിക്കതാ തോന്നണേ. പറയട്ടെ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ദെൻ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. കിങ് ലെയർ. അതെ, കണ്ണട പോയിരിക്കണു. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. B3 അപ്പൊ എന്താ പറയാ, വാശിയുടെ തന്നെ മുന്നേറാണ്. ദെൻ നേരെ തന്നെ D3 ടീമിലേക്ക് കടക്കാൻ കേട്ടോ. വിസ്മയ, വൈഷ്ണവി, സ്നേഹ അവർക്കുള്ള വിഷലാണ് പ്ലേ ചെയ്യുന്നത്. വിസ്മയ, വൈഷ്ണവി, സ്നേഹ. ഇതല്ലേ മേരിക്കൻ കുഞ്ഞാടോ അല്ലേ? അതല്ലേ? മക്കളെ വിസ്മയ, വൈഷ്ണവി, സ്നേഹ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു. ഇത് കിട്ടിയാ? അതല്ലേ? അതിനെ തോന്നുന്നു അല്ലേ? പറഞ്ഞടാ സ്നേഹ. എന്നാ അതന്നെ ഞങ്ങൾ ഉറപ്പിച്ചു. ഉറപ്പിച്ചോ? ഫൈനൽ ഡിസിഷൻ ആണോ? അല്ല മക്കളെ, ഇനി ചേഞ്ച് ഒന്നുമില്ലല്ലോ. വേഗം പറയാ, നമുക്ക് ടൈം കുറച്ചും കൂടി. ഏതിലൊന്ന് ഉറപ്പിച്ചൊന്നുകൂടി പറയോ ഫൈനൽ ചെയ്തിട്ട്? പറ. കുഞ്ഞാട് ഫൈനൽ അല്ലേ? ഉറപ്പിച്ചില്ലേ? വീണ്ടും ചോദിക്കില്ല. ഇതന്നെ ഓക്കെ. എന്തായാലും കിട്ടിയ പോയി ആൻസർ എന്തായാലും കിട്ടിയിരിക്കുകയാണ്. മേരിക്കുണ്ട്. പിന്നെ അടുത്ത വിഷയം തന്നെയാണ് ഇപ്പൊ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെ, D3 ടീം ഫേവർ ആക്കിയിട്ടുണ്ട്. ഇനി സീനിയർ ചേച്ചിമാർ S1 ഉള്ള വിഷലാണ് പ്ലേ ചെയ്യുന്നത്. അതല ചേച്ചി, അനു ചേച്ചി, അതല ചേച്ചി നോക്കിയിരുന്നോ? കാണുമ്പോഴേക്കും ഉറപ്പിച്ചു. ഫൈനൽ ചെയ്തിട്ടില്ലേ? വേറെ ഒബ്ജക്ഷൻസ് ഒന്നും ഇല്ലല്ലോ?
ഇല്ല, കാര്യസ്ഥൻ ഉറപ്പിച്ച്. ഓക്കെ, എന്തായാലും ആൻസർ കറക്റ്റ് ആണ്. അപ്പോ അവരും എന്താ പറയാ ബെവറാക്കിക്കൊണ്ടിരിക്കുക. ദെൻ SS1 സൂപ്പർ സീനിയർ ചേച്ചിമാരുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ആർ ചേച്ചി, ദേവി ചേച്ചി, സൂര്യ ചേച്ചി. മോഹൻലാല്, ദിലീപ്, ഇവൻ പോലീസ് ആയിട്ടുള്ളത് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. അവൻ അടിക്കാൻ പോണ കഴുത്തിലൊരു കുരിശൊക്കെ ഉണ്ടടി. അവൻ അടിക്കാൻ പോണത് ആൾമാറായിട്ട് തുടക്കത്തില്. അന്നത് പറഞ്ഞോ? കമോൺ കമോൺ. അല്ല അല്ല ക്രിസ്ത്യൻ ബ്രദേഴ്സ് തന്നെയാ 2020 അതല്ല ക്രിസ്ത്യൻ ബ്രദേഴ്സാ. ഉറപ്പിച്ചു ചേച്ചിമാരി? ദെൻ എന്താ പറയാ, നിങ്ങൾ ക്രിസ്ത്യൻ ബ്രദേഴ്സ് 2020 എല്ലാം കൂടി ഡിസ്കഷൻ ഒക്കെ അവസാനിപ്പിച്ച് ഫൈനലൈസ് ചെയ്ത് പറഞ്ഞാൽ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ സൂപ്പർ സീനിയർ ചേച്ചിമാരും പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പൊ ഈ റൗണ്ട് ഇതോടെ കൂടി കഴിയാണ്. 4th റൗണ്ട്, അതായത് നമ്മൾ പറഞ്ഞ കണ്ടറിയാത്തവൻ കൊണ്ടറിയും, പലരും കൊണ്ടറിഞ്ഞു തോന്നുന്നു. അപ്പോ ഇനി ഇതിന്റെ എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞിട്ടാണ് 5th റൗണ്ടിലേക്ക് കടക്കാം. സോ എലിമിനേഷൻ റൗണ്ടിനെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ട് ജാനുശ്രീ ഓർ ജിഷ്ണേനെ വിളിക്കുന്നു. അപ്പോ നമ്മുടെ പരിപാടി ഗംഭീരായിക്കൊണ്ട് നടക്കാണ്. അപ്പൊ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ റൗണ്ടാണ്. അപ്പൊ അതിലേക്ക് എല്ലാവരും 4ാമത്തെ റൗണ്ട് അടിപൊളിയായിട്ട് മത്സരിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു 4ാമത്തെ റൗണ്ടിൽ ചോദിച്ച 3 ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്തവരെ മാത്രം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിടാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതിന് ക്വാളിഫൈ ചെയ്ത ടീമുകൾ A2, A3, B3 ആൻഡ് സൂപ്പർ സീനിയേഴ്സിന്റെ ടീം. ഓക്കെ അല്ലേ? ജാനുശ്രീ അത് സെറ്റാണ്. A2, A3, B3 പിന്നെ സൂപ്പർ സീനിയേഴ്സ് SS1 ആണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുമായിട്ട് അടുത്ത ഫൈനൽ റൗണ്ടിലേക്ക് കടക്കാം. ദൃശ്യ 5th റൗണ്ട് തുടങ്ങിക്കോ. ആടാ, ഞാൻ ഒരു ഡൗട്ട് നോക്കട്ടെ. A2, A3, B3 സൂപ്പർ സീനിയേഴ്സ് അല്ലേ അപ്പം ഫൈനൽ റൗണ്ടിലേക്ക് വന്നത്? അതെ. A2, A3, B3 SS1 എന്ന് പറഞ്ഞ സൂപ്പർ സീനിയേഴ്സ് തന്നെ. ഓക്കെ, നമുക്ക് എല്ലാവരും കൊണ്ടുപോയിരുന്നു. പക്ഷെ സമയം കുറച്ച് ലേറ്റ് ആയി. അതുകൊണ്ട് ഈ 4 ടീമുമായിട്ട് മുമ്പോട്ട് പോവാം അല്ലേ? ഓക്കെ. അപ്പം നമ്മളിപ്പോ ഈ 3-4 റൗണ്ട് കഴിഞ്ഞപ്പം എല്ലാരും ഫണ്ണൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സംഭവത്തേക്ക് കടക്കാം. ലാസ്റ്റ് റൗണ്ട് അല്ല, അപ്പൊ ഇത്തിരി ടഫ് ആയിക്കോട്ടെ. അപ്പൊ GK റൗണ്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും, ഓപ്ഷൻസും ഉണ്ടാവും, ഷെയർ സ്ക്രീനിൽ ഫോട്ടോയും കാണിച്ചു തരും, ആൻസർ 10 സെക്കൻഡ് തരും, അതിനുള്ളിൽ പറയണം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ A2 ടീമിനോടുള്ളതാണ്. സോ A2 ടീമിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ. സ്ക്രീൻ കാണാനില്ലേ? കാണുന്നുണ്ട്. ഒന്നുകൂടി സൂം ചെയ്ത് നോക്കിക്കോട്ടെ വേണമെന്ന് വെച്ചെങ്കിൽ. Who has been appointed as the CEO of FSSAI, Food Safety and Standard Authority of India? ഒരു മിനിറ്റ്, എല്ലാരും ഒന്ന് മൈക്ക് ഓഫ് ആക്കോ. ക്ലിയർ ആവുന്നില്ലല്ലോ. എല്ലാരും ഒന്ന് മൈക്ക് ഓഫ് ആക്കോ, എക്കോ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. A2 ടീമിലുള്ളതാണ്. Who has been appointed as the CEO of FSSAI, Food Safety and Standard Authority of India? ഇന്ത്യയുടെ CEO ആയിട്ട് ഇപ്പം 2020 സെലക്ട് ചെയ്തത് ആരെയാണ്? A. ദീപക് മിത്തൽ, B. അരുൺ സിംഗൽ, C. സുധാ ശർമ്മ, D. നീരജ് വ്യാസ്. 10 സെക്കൻഡേ ഉള്ളൂ. അരുൺ സിംഗാൽ. ഓപ്ഷൻ ബി ഉറപ്പാണ്. ഓക്കെ, അത് ശരി ഉത്തരാണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് A3 ടീമിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്. A3 ടീം റെഡി അല്ലേ? Okay. Which country has broken all its tie with WHO?
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിട്ട് ടൈസുകളെല്ലാം വെടിഞ്ഞ അത് ഏത് കൺട്രിയാണ്? ഓപ്ഷൻ എ അമേരിക്ക, ബി ചൈന, സി ഇന്ത്യ, ഡി നൺ ഓഫ് ദീസ്. ഇതൊന്നുമല്ല. ഏതാണ്? 10 സെക്കൻഡേ ഉള്ളൂ, വേഗം പറയാം. ശ്വേതേ ഏതാ? സമീരയുടെ ടൈം ഇപ്പൊ കഴിയുവേ. അയ്യോ ലാസ്റ്റ് റൗണ്ട് ആയതുകൊണ്ട് ഇത്തിരി ടഫ് ആക്കണം. എല്ലാ ടൈസൊക്കെ എല്ലാരും ബ്രോക്കൺ ചെയ്യോ? ചെയ്യില്ലല്ലോ. ഡൗട്ട് ആവുണ്ട്. ഞാൻ അമേരിക്കയാണോ? ചൈന ഇന്ത്യ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു അറിയൂ. കാശ്മീരേ കഴിയുന്നുണ്ടേ. കറക്കി കുത്തിയിട്ടെങ്കിലും ഒന്ന് പറഞ്ഞോ. നൺ ഓഫ് ദിസ് പറഞ്ഞാലോ? ചൈനയല്ലേ? ടൈം കഴിഞ്ഞു കേട്ടോ. ഉത്തരം പറ. ചൈന. ഓക്കെ, ചൈന ഉറപ്പിച്ചോ? ഓക്കെ, സോറി, അത് തെറ്റുത്തരാണ്. അമേരിക്കയാണ് WHO ആയിട്ടുള്ള എല്ലാ ടൈസും ഉപേക്ഷിച്ചത്. സമയം കഴിഞ്ഞ പിന്നെ ഉറപ്പിക്കലൊന്നും കേട്ടോ. ഒരു ഉത്തരം കിട്ടിയെങ്കിൽ അതാണ്ട് ലോക്ക് ചെയ്തോ. ഓക്കെ, നെക്സ്റ്റ് B3നോടുള്ള ക്വസ്റ്റ്യൻ ആണ്. B3, who become the highest sports person or sportsman? ഇപ്പത്തെ 2020 കണക്കില് ആരാണ് ഏറ്റവും കൂടുതൽ പെയ്ഡ് ചെയ്യുന്നത്? സോറി, അതിൽ ക്വസ്റ്റ്യനിൽ പെയ്ഡ് വന്നിട്ടില്ല. ഹയസ്റ്റ് പെയ്ഡ് സ്പോർട്സ്മാൻ ആരാണ്? ഫസ്റ്റ് റോജർ ഫെഡറർ, സെക്കൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ, തേർഡ് ലയണൽ മെസ്സി, ഫോർത്ത് വിരാട് കോഹ്ലി. റോജർ ഫെഡറർ. ഓക്കെ, ശരി ഉത്തരാണ്. റോജർ ഫെഡറർ ടെന്നീസ് കളിക്കാരനാണ് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് സൂപ്പർ സീനിയേഴ്സിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ സീനിയേഴ്സ് റെഡി അല്ലേ? അപ്പം വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ഇൻഡിജിനസ് ടെസ്റ്റിംഗ് കിറ്റ് ഫോർ COVID-19 ഇൻ ഇന്ത്യ വിച്ച് വാസ് ലോഞ്ച്ഡ് അറ്റ് പൂനെ? പൂനെയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള COVID-19 വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റിംഗ് കിറ്റ്, ഇൻഡിജിനസ് ടെസ്റ്റിംഗ് കിറ്റിന് പൂനെ ഇട്ട പേര്? ഒന്ന് ടെസ്റ്റ് റിസൾട്ട്, ബി COVID-19 ഡിറ്റക്ട്, സി പാത്തോ ഡിറ്റക്ട്, ഡി സ്റ്റോപ്പ് കോവിഡ്. ഇതിലേതാണ്? ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡി അറിയോ? ആർക്കെനിക്കോ അതാണോ? സി പറയാം. അപ്പൊ സി ഉറപ്പിച്ചില്ലേ? ഓക്കെ, അപ്പം ടൈം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സി അല്ലേ പറഞ്ഞത്? സി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഭാഗ്യം. ഉത്തരം റെഡി ആയത്. അപ്പൊ നമുക്ക് ഒരു റൗണ്ടും കൂടി പോവാം. ഫസ്റ്റിന് A2നോടുള്ള അടുത്ത ക്വസ്റ്റ്യൻ. A2 റെഡി അല്ലേ? A2 ഓക്കെ. Kobe Bryant has been selected for Basketball Hall of Fame 2020. He is from which country? കോൾ ബ്രാൻഡിനെയാണ് ഇപ്രാവശ്യത്തെ 2020 ബാസ്കറ്റ്ബോൾ ഹാൾ ഓഫ് ഫെയിം ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. കോൾ ബ്രാൻഡ് ഏത് കൺട്രിയിൽ നിന്നാണ്? ജർമ്മനി, US, ഘാന, കംബോഡിയ. വേഗം പറഞ്ഞോളൂ, ടൈം പോകുന്നു. പറയട്ടെ. ടൈം ഇപ്പൊ കഴിയും. US അല്ലേ? ടൈം കഴിഞ്ഞു. സോറി, US അല്ല, കംബോഡിയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് A3നോട് വീണ്ടും ഉള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. A3 റെഡി അല്ലേ? Okay. Researchers of which country has been developed the face shield for the protection from COVID-19? COVID-19 പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളെല്ലാരും ഉപയോഗിക്കാറുണ്ടല്ലോ ഫേസ് ഷീൽഡ്. അത് ഉണ്ടാക്കിയത് ഏത് കൺട്രിയാണ്? ഏത് കൺട്രിയിലെ റിസർച്ചേഴ്സ് ആണ്? ജപ്പാൻ, ഇന്ത്യ, സൗത്ത് കൊറിയ, ചൈന. ഓക്കെ, ടൈം തുടങ്ങി. ആലോചിച്ചോളൂ. സമീര ആരുല്ലേ? വിച്ച് കൺട്രി?
എടാ ഒന്നുകൂടെ COVID-19 ക്ലിയർ ആവണില്ല. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫേസ് ഷീൽഡ് കണ്ടുപിടിച്ചത് ഏത് കൺട്രിയിലെ റിസർച്ചേഴ്സ് ആണ്? ജപ്പാൻ, ഇന്ത്യ, സൗത്ത് കൊറിയ, ചൈന. ചൈനയാണോ ശ്വേത? ടൈം പോവുകയാണ്. ചൈനയാണോ? ചൈനയാണോ? അത് എന്താണ് എല്ലാവർക്കും ചൈന ഉറപ്പിച്ചോ? ടൈം കഴിയാണ് കേട്ടോ. കാശ്മീര ചൈന ഏതാ പറ? ചൈനയാണോ? എനിക്കൊരു ഡൗട്ട്, എനിക്കറിയില്ല. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചൈനയാണ് പറഞ്ഞത്. സോറി, ചൈന അല്ല, ജപ്പാനാണ് ഫേസ് ഷീൽഡ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ B3നോടാണ്. B3 റെഡി അല്ലേ? റെഡിയാണ്, പറഞ്ഞു. ഓക്കെ. The book The Art of Her Deal, The Untold Story of Melania Trump is the news. Who is author of the book? ട്രംപിന്റെ മെലേന ട്രംപ് വൈഫാണ്. വൈഫിന്റെ ബുക്കായ ആർട്ട് ഓഫ് ഹെർ ഡീൽ എഴുതിയത് ആരാണ്? എ മേരി ജോർദാൻ, ബി വെലൻഡോസ്കി ധാൻ, സി സ്റ്റീവ് കറി. മേരി ജോർദാന്റെ മേരി ബുക്ക്. ജോർഡാൻ. ഓക്കെ, അതെടാ മേരി ജോർഡാൻ. ഓക്കെ, അത് ശരി ഉത്തരാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് സൂപ്പർ സീനിയേഴ്സിനോടുള്ള ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ ചേച്ചി? Who has become the Secretary of Ministry of Women and Child Development? ഇപ്രാവശ്യത്തെ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് ആരെയാണ് നിയമിച്ചത്? അനുരാഗ് ഖാന, അജയ് തർക്കെ, കമൽനാഥ് ഗുപ്ത, ജിതേന്ദ്ര കോഹ്ലി. ടൈം തുടങ്ങി. ആർക്കായിരിക്കും? has become Secretary of Women and Child Development. Anurag Khanna, Ajay Turki, Kamalnath Gupta. ടൈം പോവാണ്. അറിയോ ആർക്കായിരിക്കും? അറിയോ? ഓപ്ഷൻ ഓക്കെ, ടൈം കഴിഞ്ഞു. അനുരാഗ് ഖന്ന. ഓക്കെ, ടൈം കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് അനുരാഗ് തന്നെയാണ്. സോറി, അനുരാഗ് തന്നെ അല്ല, അജയ് തർക്കിയാണ് കേട്ടോ. ശരി. ഓക്കെ, അപ്പൊ എന്നാ നമ്മുടെ ലാസ്റ്റ് റൗണ്ടായ ക്വിസ് റൗണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മൊത്തത്തിലുള്ള ഇപ്പൊ കഴിഞ്ഞ ടാസ്കുകളുടെ ഒക്കെ ഒരു അവലോകനത്തിനായിട്ട് നവ്യനെ വിളിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എന്തായാലും മനസ്സ് നന്നാവട്ടെ. എല്ലാവരും എന്താ പറയാ 1 2 3 4 5 5 റൗണ്ടിലും മാക്സിമം നല്ലപോലെ ഉഷാറാക്കി തന്നിട്ടുണ്ട്. സോ എല്ലാവർക്കും അതിന് നന്ദി പറയാണ്. അപ്പൊ ഓരോ റൗണ്ടിനും പറ്റി അവലോകനം നടത്താന്ന് വെച്ചെങ്കിൽ കുസൃതി ചോദ്യത്തിൽ എന്താ എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ, ഇത്ര അധികം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് റൗണ്ട് NSS നോട്ട് മീ ബട്ട് യു, എല്ലാരും ഭയങ്കര നോളജ് ഉള്ള പിള്ളേരാണ്, വിചാരിച്ച പോലെ ഒന്നല്ല. തേർഡ് റൗണ്ട് ബ്ലാ ബ്ലാ ബ്ലാ, എല്ലാവരും എന്താ പറയാ സീരിയസ്ലി മാക്സിമം ട്രൈ ചെയ്തിട്ട് പറയാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അതൊക്കെ കേട്ടപ്പോ അയ്യോ എന്നൊക്കെ വിചാരിച്ചേ. പിന്നെ വിഷ്വല് കണ്ടപ്പോ വിഷ്വൽ തന്നിട്ടുള്ളതാന്ന് വെച്ചെങ്കിൽ എന്താ പറയാ എല്ലാരും എന്താ സീൻ കാണിക്കുമ്പോഴേക്കും അതിലത്തെ പാട്ട്, സീന്, കഥ, റെഫറൻസ് ഫുള്ള് പറഞ്ഞു തരുന്ന ടീമായിരുന്നു. അതായത് സീനിയേഴ്സും ജൂനിയേഴ്സും എന്താ പറയാ വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു. സോ എല്ലാവർക്കും ഏതാണ്ട് ആരാ വിന്നർ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വെക്കുന്നുണ്ട്, കാരണം നമ്മുടെ റിസൾട്ട്സ് ഒക്കെ നോക്കി വെക്കുമ്പോ. എന്നാലും എന്താ പറയാ ഈ റിസൾട്ടിൽ നമ്മുടെ വിന്നർ ആരാണ് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാനുശ്രീനെ ക്ഷണിക്കാണ്. ജാനുശ്രീ ആരാ വിന്നർ എന്ന് പറഞ്ഞോളും. ജാനുശ്രീ, അതെ ടെക്സ്റ്റിലൊക്കെ മെസ്സേജ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, കാരണം കുഴപ്പമില്ല. അതെ അതെ, എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പൊ എങ്കിൽ കൂടി നമുക്കൊരു ഒഫീഷ്യലായിട്ട് പറയണമല്ലോ, അതുകൊണ്ട് തന്നെ പറയാം. നമ്മുടെ വിന്നറായിട്ട് വരുന്നത് B3 ടീമാണ് കേട്ടോ. B3 ടീമാണ്. അഭിനന്ദനങ്ങൾ. ജാനു അതിന്റെ മെമ്പേഴ്സിന്റെ പേരും കൂടി പറഞ്ഞോ. B3 അഖില, അമല്, സനത്, ഇവരാണ് ഈ പോരാട്ടത്തില് സീനിയേഴ്സിനും ബാക്കി എല്ലാ ടീമേഴ്സിനൊക്കെ വെട്ടിച്ചിട്ട് ഫസ്റ്റ് എത്തിയിരിക്കുന്നത് B3 ടീമാണ്. അഖില, അമല്, സനത്, സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അവരൊന്നും അവരുടെ പേരും
ബാക്കി ടീമൊന്നും മോശമല്ല കേട്ടോ. രണ്ടാം അതെ, സ്ഥാനത്ത് നമുക്ക് 2 ടീമുണ്ട്. സീനിയേഴ്സ്, സൂപ്പർ സീനിയേഴ്സിന്റെ ടീമുണ്ട്, അതേപോലെ A2 ടീമുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ B3 ടീമിന് കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാം ഇതുവരെ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും ഞങ്ങളുടെ പ്രോഗ്രാം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതിലും എല്ലാരോടും നന്ദി പറയുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. വിസ്മയനെ വിളിക്കാം. വിസ്മയ, ഹലോ, കേക്കാണ്ടാ? ആ, പറയട്ടെ. വീഡിയോ ഓണാക്കണോ? ഞാൻ പറയാം. ഹായ് ഓൾ, മനസ്സ് നന്നാവട്ടെ. ആദ്യം തന്നെ നമുക്ക് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി അനുമതി തന്ന കണ്ണൻ സാറിനോടും പ്രമീള മിസ്സിനോടും ആദ്യം തന്നെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പിന്നെ ഈ പരിപാടിക്ക് വേണ്ട എല്ലാ സജഷൻസും തിരുത്തലുകളും സപ്പോർട്ട് നൽകി ഞങ്ങളെ കൂടെ നിർത്തിയ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പരിപാടിയെ പാർട്ടിസിപ്പേഷനിലൂടെ ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസായ സീനിയേഴ്സിനോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും ഒരായിരം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയെ പറ്റി ചിന്തിച്ചപ്പോൾ തൊട്ട് ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുകയും ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത സി ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കളോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പരിപാടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വല്ല പോരായ്മകളോ പരാതികളോ ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അടുത്ത വട്ടം ഇതിനും ഉഷാറാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. വിജയികളായ B3 ടീം, അതിലെ അഖില, അമൽ, സനത് ഇവർക്കൊക്കെ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുന്നു. വിജയികളല്ലാത്തവരെ വിഷമിക്കേണ്ട, ഇതൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ്. അടുത്ത വട്ടം വല്ല കോമ്പറ്റീഷൻസ് വരുന്നുണ്ടെങ്കിൽ നന്നായി മത്സരിക്കുക. ഇതുപോലെ തന്നെ വിജയികൾക്കുള്ള സമ്മാനത്തിനെ പറ്റി പിന്നീട് അറിയിക്കുന്നതാണ്. നാളത്തെ പ്രോഗ്രാം അവതരിപ്പിക്കേണ്ടത് D ഗ്രൂപ്പുകാരാണ്. അവർക്ക് എല്ലാവിധ വിഷസും അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? പറയാനുള്ളവർക്ക് പറയാം. അല്ല, എന്തെങ്കിലും പറഞ്ഞോ. ഞാൻ പറയുന്ന അതൊരു കാര്യം പറയട്ടെ. ഈ കോബി ബ്രയന് മൂപ്പര് കംബോഡിയ അല്ലല്ലോ, US അല്ലേ? അദ്ദേഹത്തിന്റെ അച്ഛനും ജനിച്ചത് ഞാൻ നേരത്തെ പറയാണ്ടെന്ന് പറഞ്ഞേ. അതായത് അദ്ദേഹത്തിന്റെ അച്ഛനും നാഷണാലിറ്റി വരുന്നത് അമേരിക്കനാണ്, അദ്ദേഹം അമേരിക്കനാ വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഫുള്ള് നമുക്ക് കണക്ഷൻ അമേരിക്കനാണ്. അദ്ദേഹത്തിന്റെ കംബോഡിയൻ നാഷണാലിറ്റി അല്ല വരുന്നത്, കംബോഡിയൻ ഒറിജിൻ ഓഫ് കൺട്രിയാ വരുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആ കാലഘട്ടത്തിൽ ഏതോ ഒരാള് വന്നിട്ടുള്ളത് കംബോഡിയ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് ഒരിക്കലും നാഷണാലിറ്റിക്ക് സെയിം ആവില്ല. സോറി, ഞാൻ ഡബിൾ നാഷണാലിറ്റി ഉണ്ടാവും, 2 നാഷണാലിറ്റി ഉണ്ടാവും ആൾക്ക്. അപ്പൊ അത് ആള് പറഞ്ഞ കറക്റ്റ് ആണ്. ആൾ അമേരിക്കൻ ബാസ്കറ്റ്ബോൾ പ്ലെയർ ആണ്. അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് ഇവിടെ പറഞ്ഞു പോയുള്ളൂ. അപ്പോ കോബ്രന്റെ ആള് 2 നാഷണാലിറ്റി ഉണ്ടാവും ആൾക്ക്, ഡബിൾ നാഷണാലിറ്റി ഉണ്ടാവും. അപ്പൊ ഇത് ഒരു ക്വിസ് ആയതുകൊണ്ട് എപ്പോഴും ക്വിസ് ആയതുകൊണ്ട് നമ്മൾ ക്വിസറിന്റെ ഉത്തരത്തിനാണ് മെയിൻ ആയിട്ട് നമ്മൾ കൽപ്പിക്കുന്നത്. ഓക്കെ. പ്രിയപ്പെട്ട NSS കുടുംബാംഗങ്ങളെ, മനസ്സ് നന്നാവട്ടെ. അപ്പോ ആദ്യം ഈ പരിപാടി ഇത്രയും സക്സസ് ആയിട്ട് നടത്തി നിങ്ങൾ ഇത്രയും പരിമിതപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇത്ര നന്നാക്കിയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു എങ്ങനെ നിങ്ങൾ എല്ലാതും ഇങ്ങനെ ചെയ്യുമെന്ന്. ഇപ്പോൾ ഓൺലൈനായ കാരണം കുറച്ചും കൂടി ഒരു നമുക്ക് കുറെ കാര്യങ്ങളിൽ പരിമിതികൾ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാലോചിച്ചോണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്.
എല്ലാ ഭാഗത്തു നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ മീറ്റിംഗ് ഒന്നും ചെയ്യാം, നമുക്ക് നേരിട്ട് കാണുന്ന പോലെയല്ല ഈ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ. അപ്പൊ അതിന്റെ നല്ലോണം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് നിങ്ങൾക്ക് കാണാണ്ട് ഈ പരിപാടിയുടെ പിന്നില് നിങ്ങളുടെ എഫേർട്ടൊക്കെ നന്നായിട്ട് കണ്ട് ഫുൾ എല്ലാതും നല്ല കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കാൻ കഴിഞ്ഞത് നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിച്ചില്ല എത്ര അധികം രസാവുന്ന്. എന്താ പറയാ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഇത് ഏതാണ് ഗ്രൂപ്പ്? ബി ഗ്രൂപ്പാണോ ചെയ്യുന്നത്? ഗ്രൂപ്പ്. അപ്പൊ ഇതുപോലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വക പിന്തുണ ഉണ്ടാവും. നന്ദി. ചേച്ചി ഒരു കാര്യം കൂടി പറയട്ടെ. ദേവിക ചേച്ചി പറയും. സംഭവം നിങ്ങള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് വിചാരിച്ചില്ലേ സംഭവം ഇത്ര നന്നായിട്ട് നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ തന്നെ ടെക്നിക്കലായിട്ട് ഇഷ്യൂസ് ഒരുപാട് പേർക്ക് ഉണ്ടാവണ ഈ ഒരു സമയത്ത് നിങ്ങള് അതൊക്കെ ഒരുമാതിരി കുറച്ചുകൊണ്ട് മുഴുവൻ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നല്ല രീതിക്ക് കുറച്ചിട്ട് നിങ്ങളത് ട്രൈ ചെയ്തിട്ടുണ്ട് മാക്സിമം നന്നാക്കാനായിട്ട്. അതിന് സി ഗ്രൂപ്പിന്റെ എല്ലാവർക്കും. പിന്നെ ഇതിന്റെ മെയിൻഡാവ് സഞ്ജുവിന് ഇവിടെ കാണാനില്ല, ഇവിടെ ഉണ്ടോ? ആള് കേറിയിട്ടില്ല. സഞ്ജു ചേട്ടൻ അവസാനം പറയും. സഞ്ജുവിനെ ഏറ്റവും വലിയ ടെൻഷൻ. അതെ, സഞ്ജുവിന് ഏറ്റവും വലിയ ടെൻഷൻ അതിന്റെ. അത് സഞ്ജു പിന്നെ കണ്ണൻ സാറ് നല്ല രീതിക്ക് പിന്തുണ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല കാര്യം. നിങ്ങൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക. ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ ഒരു നല്ലൊരു മോട്ടിവേഷൻ ആയി നിങ്ങൾ സി ഗ്രൂപ്പിന്റെ വക. കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ട് പോലും ഇത്ര നന്നായിട്ട് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങളുടെ വിജയം തന്നെയാണ്. പിന്നെ എന്ത് കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്ക് സീനിയേഴ്സിനെ സമീപിക്കാൻ കുഴപ്പമില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്തു തരുന്നുണ്ടാവും. ഒരു പ്രശ്നവുമില്ല. എന്തായാലും താങ്ക് യു ഇത്രയും നല്ലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തന്നതിന്. താങ്ക് യു. താങ്ക് യു ദേവി ചേച്ചി. സൂര്യക്ക് എന്തെങ്കിലും പറയണ്ട? പറയണോ? നല്ല ഫണ്ടായിരുന്നു. എന്ത് പിന്നെ സെക്കൻഡ് സമ്മാനം ഉണ്ടോന്ന്? അത് ചോദിക്കാൻ പറഞ്ഞു. സെക്കൻഡിന് സമ്മാനം ഉണ്ടോ? ഇല്ല, ഫസ്റ്റിന് മാത്രമേ ഉള്ളൂ. സെക്കൻഡിന് സെക്കൻഡ് രണ്ട് ടീമുണ്ട്. അപ്പൊ പിന്നെ ഒന്നാണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു അല്ലേ? ഒരു ടീമിന്റെ ഞങ്ങൾ ചപ്പാത്തിയിട്ട് എടുത്തോളാം. ഫസ്റ്റിന്റെ സമ്മാനം സർപ്രൈസ് ആണ്, അത് പിന്നീട് പറയുന്നതാവും. സൂര്യ പറയണ്ടടി. സൂര്യ, ഞാൻ പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ട് മക്കളെ. എന്താ പറയാ, കുറച്ചും കൂടി ഫണ്ണായിരുന്നു. ഞാൻ ഇത്രയ്ക്ക് രസാവുന്നു വിചാരിച്ചില്ല. എല്ലാരും നല്ല ആക്റ്റീവായിരുന്നു. കമന്റ് ആണെങ്കിൽ അത്, പറയലാണെങ്കിൽ അത്, അവതരണം ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു. സഞ്ജോട്ടൻ പറയണ്ടെന്തെങ്കിലും? പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഇവര് പറഞ്ഞത് മാത്രം തന്നെ എനിക്കും പറയാനുള്ളൂ. കാരണം ഇതുവരെ നടത്തിയ ക്വിസ് എന്നെല്ലാം പറയും, എന്താ പറയാ, ഒരു ഗൂഗിൾ ഫോമിലോ അങ്ങനെയൊക്കെയാണ് ഇതുവരെ ക്വിസുകൾ നടത്താറ്. ഒരു ലൈവ് പ്ലാറ്റ്ഫോമിൽ ഇതുവരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു എത്രത്തോളം വിജയിക്കുന്നു. എന്താ പറയാ, പിള്ളേരെ അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് അവിടെ ഇവിടെ ലാഗ് വന്നപ്പോ അവസാനത്തോടെ എടുത്തപ്പോ പരിപാടി എന്താ പറയാ നല്ല അടിപൊളിയുണ്ട്. പരിപാടി തന്നെ ഉഷാറായി, വളരെ ഉഷാറായി. വിചാരിച്ചാലും അടിപൊളിയായി പരിപാടി. ഈ പറഞ്ഞ പോലെ പങ്കെടുത്തവർക്കും നടത്തിയവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെ മക ഒരു നന്ദി ഞാൻ പറയുന്നു. ഇത്രേ ഉള്ളൂ മക്കളെ. താങ്ക് യു. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ലെഫ്റ്റ് അടിച്ച് പോവാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. താങ്ക് യു. താങ്ക് യുടാ. ശരി ചേച്ചി.